നമ്മുടെ ഇന്നത്തെ വിഷയം MS ഓഫീസ് ആക്സസിലെ ആ സ്റ്റാർട്ടിംഗ് പോർഷൻ നമ്മൾ ശരിക്കും എടുത്തു കഴിഞ്ഞു. MS ഓഫീസ് ആക്സസ് എന്ന് പറഞ്ഞ ഒരു ഡേറ്റാബേസ് പ്രോഗ്രാമാണ്. MS ഓഫീസിൽ നിന്നുള്ള ഒരു ഡേറ്റാബേസ് മാനേജ്മെന്റ് സിസ്റ്റമാണ് ആക്സസ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ അതിന്റെ പല വേർഷൻസ് ആണ് ഇപ്പോൾ സ്ക്രീനിൽ കാണുന്നത്. ഇതെല്ലാം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. എന്നിട്ട് അതിന്റെ അകത്ത് ടേബിള്, ക്വറി, ഫോംസ്, റിപ്പോർട്ട്സ്, മാക്രോസ്, മൊഡ്യൂൾസ്, അതിൽ ആദ്യത്തെ 3 പോർഷൻ നമ്മൾ പറഞ്ഞു കഴിഞ്ഞതാണ്. എന്നാലും ജസ്റ്റ് ഞാനൊരു ഔട്ട്ലൈൻ പറഞ്ഞു പോവുകയാണ്. ടേബിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ ഡേറ്റാബേസിൽ സ്റ്റോർ ചെയ്യുന്ന, നമ്മൾ കൊടുക്കുന്ന ഡേറ്റ മൊത്തം സ്റ്റോർ ചെയ്യുന്ന സ്ഥലമാണ് ടേബിൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ലേ? ഇതെല്ലാം ഈ കാണുന്ന എല്ലാം ടേബിളുകളാണ്. നമ്മൾ കൊടുത്ത ഡേറ്റ എല്ലാം ടേബിളിന്റെ അകത്താണ് സ്റ്റോർ ചെയ്തിരിക്കുന്നത്. ക്വറി എന്ന് പറഞ്ഞാലും ഏതാണ്ട് ഇക്വലന്റ് ടു ഇതുപോലെ തന്നെയാണ്, ടേബിൾ പോലെ തന്നെയാണ്. പക്ഷെ ക്വറിക്ക് തനിയെ ഡേറ്റ ഇല്ല, ക്വറിയിൽ സ്വന്തമായിട്ട് ഡേറ്റ ഇല്ല. അത് ടേബിളിൽ നിന്ന് ഡേറ്റ എടുത്തിട്ട് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്തിട്ട് ആ കണ്ടീഷന് വിധേയമായിട്ട് ഒരു ടേബിൾ ഉണ്ടാകും. ആ ടേബിൾ ഉണ്ടാകുന്നതിനാണ് ക്വറി എന്ന് പറയുന്നത്. മീൻസ് ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്യും. ഒരു ക്വറി എന്ന് പറയുമ്പം അതെടുത്തിട്ട് ഒരു ടേബിൾ ഇമ്പോർട്ട് ചെയ്ത് വെച്ചിട്ട് ഒരു കണ്ടീഷനൊക്കെ അപ്ലൈ ചെയ്ത് ചെയ്യുമ്പോൾ വേറൊരു റിസൾട്ട് കിട്ടും. ആ റിസൾട്ടിനെയാണ് നമ്മൾ ക്വറി എന്ന് പറയുന്നത്. പിന്നെ ഫോം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞു, നമ്മൾ ടേബിളിൽ ഉള്ളിൽ കയറി ടൈപ്പ് ചെയ്യാമെന്ന് പറഞ്ഞു. അപ്പൊ അതിന് പകരം ഒരാളിനെ, ഒരു ഡേറ്റ എൻട്രി ഓപ്പറേറ്ററിനെ നമുക്ക് ഉള്ളിൽ കയറ്റി ടൈപ്പ് ചെയ്യിക്കുക എന്ന് പറഞ്ഞ റിസ്ക് ആണ്. ടേബിളിന്റെ അകത്ത് കയറി ടൈപ്പ് ചെയ്യിക്കുക എന്ന് പറഞ്ഞ റിസ്ക് ആണ്. ആ ടേബിളിലെ ഡേറ്റ വല്ലതൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്ക് ബുദ്ധിമുട്ടാവും. അതുകൊണ്ട് ഉള്ളിൽ കയറാൻ സമ്മതിക്കത്തില്ല. അതിന് പകരം നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന എപ്പോഴും ഒരു ഫോമിലൂടെ, ഒരു ഫ്രണ്ട് വ്യൂയിലൂടെ ആയിരിക്കും. ആ ഫ്രണ്ട് വ്യൂ ആണ് ഫോം എന്ന് പറയുന്നത്. അപ്പൊ ആ ഫോമിലാണ് ഡേറ്റ ടൈപ്പ് ചെയ്യാനും അങ്ങനെയുള്ള കാര്യങ്ങൾക്ക് എല്ലാ ഓപ്ഷൻ കിടക്കുന്നത് ഫോമിലാണ്. ഓക്കെ, അപ്പൊ ഇത് ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ. ഈ കാണുന്ന ഫോം ജസ്റ്റ് ഒരു മെസ്സേജ് മാത്രമേ ഉള്ളൂ. ഇത് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള ഒരു സ്വിച്ച് ബോർഡാണ്. ഇതിന്റെ അകത്ത് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ അകത്തുള്ള ഒരു സ്വിച്ച് ബോർഡാണ്. ഇതിന്റെ ഓരോ മെനു ഒക്കെ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഒരു സംവിധാനമാണ്. അപ്പൊ ഇതൊരു ഫോമാണ്, FORM ഫോമാണ് ഇത്. അടുത്തത് പിന്നെ ഒരു HTSTയുടെ പീരിയോഡിക്കലിന് ഉള്ള ഒരു ഫോം ആണ്. നമ്മൾ സാധാരണ ഇതെടുത്തിട്ടൊക്കെയാണ് പീരിയോഡിക്കൽ ഇൻവോയ്സ് കാര്യങ്ങളൊക്കെ എടുക്കുന്നത്. അതൊക്കെ നമ്മളൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാൽ ഇതൊക്കെ അതിന്റെ ഒരു ഡീപ്പായിട്ടുള്ള ഒരു പോർഷനാണ്. പക്ഷെ ഇതെല്ലാം നമ്മൾ വരുന്ന ക്ലാസ്സുകളിൽ നമ്മൾ ഇത് ഓരോന്നും എടുത്ത് പഠിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇപ്പൊ ഞാൻ ഇതെല്ലാം ഇൻട്രഡക്ഷൻ തന്നു കഴിഞ്ഞതാണ്. അതുകൊണ്ട് ഇതിനെ ഞാൻ കൂടുതൽ എടുക്കുന്നില്ല. ഇവിടെ പറയാനുള്ള, ഈ സ്ക്രീനിൽ പറയാനുള്ള ഈ കാണുന്ന ഫോം ആയിട്ട് ബന്ധപ്പെട്ട് ഒരു ടേബിൾ കാണും, അല്ലെങ്കിൽ ഒരു ഫോം കാണും. ഈ ഒരു ഫോം എന്ന് പറയുന്നത് നീല കളറിൽ കാണുന്ന ഒരു ഫോമാണ്. ആ ഫോം ഈ വലത് സൈഡിൽ കാണുന്ന ടേബിളുമായിട്ട് ലിങ്ക്ഡ് ആണ്. ഇതിന്റെ അകത്തുള്ള, ഈ ടേബിളിന്റെ അകത്തുള്ള ഡേറ്റയാണ് ഫോമിന്റെ അകത്തോട്ട് വരുന്നത്. അത് ജസ്റ്റ് പറയാൻ വേണ്ടി ഞാൻ എടുത്തുന്നേ ഉള്ളൂ. ഓക്കെ, ഇതിന്റെ അകത്ത് ഇനി വേറെ ഒരുപാട് കാര്യങ്ങൾ ഉണ്ട്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽഡ് ക്ലാസ്സിന്റെ അകത്ത് ഇതെല്ലാം നമ്മൾ രണ്ടാമത് പറയും. ഇതൊരു ഇൻട്രഡക്റ്റീവ് ക്ലാസ് ആണ്. ഫോമിന്റെ കാര്യങ്ങളൊക്കെ നമ്മൾ ഇതെല്ലാം എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞാണ്. ഈ 3 കാര്യങ്ങൾ ഞാൻ ജസ്റ്റ് ഇത്രയും കൊണ്ട് നിർത്തുക. ടേബിൾസ്, ക്വറീസ്, ഫോംസ്. കാരണം ഇതെല്ലാം നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞ കേസുകളാണ്. ടേബിൾസ്, ക്വറീസ്, ഫോംസ്. ഇനി നമ്മൾ റിപ്പോർട്ടിലേക്ക് അതിന്റെ ഇൻട്രഡക്ടറി ക്ലാസ്, രണ്ടാമത്തെ ക്ലാസ്സിന്റെ റെപ്പിറ്റീഷനായിട്ട് പോവാണ്. ഇത് ഒരു ക്ലാസ് കഴിഞ്ഞതാണ്. ഇപ്പൊ കുറച്ചു പേർക്ക് രണ്ടാമത് എടുക്കണമെന്ന് പറഞ്ഞുകൊണ്ട് നമ്മൾ രണ്ടാമത് എടുക്കുകയാണ്. അപ്പൊ നേരത്തെ ഞാൻ ഫോം പറഞ്ഞു. ആ ഫോമിന്റെ അകത്ത് ഒരു ടേബിളുമായിട്ട് ലിങ്ക്ഡ് ആണ്. നമ്മൾ ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ ഫോം, നമ്മൾ കാണുന്ന ഫോമിലേക്ക് ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ ആ എൻട്രി ചെയ്യപ്പെടുന്ന ഡേറ്റ സ്റ്റോർ ചെയ്യുന്നത് ടേബിളിലാണെന്ന് ഞാൻ പറഞ്ഞു. മനസ്സിലായില്ലേ? അപ്പൊ ഫോം വഴി നമ്മൾ ഡേറ്റയിലേക്ക്, ഒരു ടേബിളിലേക്ക് എൻട്രി ചെയ്ത് കൊടുക്കുകയാണ്. അപ്പൊ ഫോം ഒരു ടേബിളുമായിട്ട് ലിങ്ക് ചെയ്ത് കൊടുക്കുകയാണ് ചുരുക്കത്തിൽ. അങ്ങനെ അതുകൊണ്ടാണ് തന്നെ ഡേറ്റ എൻട്രി നടക്കുന്നത്. അതേപോലെ റിപ്പോർട്ട്, ഫോമിന്റെ പർപ്പസ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. അതേപോലെ റിപ്പോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഈ ഹോൾ സോഫ്റ്റ്വെയറിന്റെ ഒരു ഔട്ട്പുട്ട് കാണും. ആ ഔട്ട്പുട്ട് അല്ലെങ്കിൽ ഒരു പ്രിന്റ് ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്നത് റിപ്പോർട്ട് വഴിയാണ്. അതാണ് റിപ്പോർട്ട് എന്ന് പറഞ്ഞത്. ഈ കാണുന്നത് ഒരു സാങ്ഷൻ ഓർഡറാണ്. ഇപ്പൊ കാസർഗോഡ് ഓഫീസിൽ ഒരു സാങ്ഷൻ ഓർഡറാണ്. ഈ സാങ്ഷൻ ഓർഡർ നമുക്ക് കിട്ടുന്ന ഔട്ട്പുട്ടാണ് ഈ കാണിച്ചിരിക്കുന്നത്. പക്ഷെ ഇത് നമ്മുടെ സോഫ്റ്റ്വെയറിന് അകത്ത് കയറി കഴിഞ്ഞാൽ അതിന്റെ ഡിസൈൻ വ്യൂ നോക്കിക്കഴിഞ്ഞാൽ ഇങ്ങനെ ഇരിക്കും. കണ്ടില്ലേ? ഈ ഉള്ളിൽ കയറി കഴിഞ്ഞാൽ നമുക്ക് പ്രിന്റ് എടുക്കുന്ന ആ ഒരു സാധനം ഡിസൈൻ വ്യൂവിൽ കയറി കഴിഞ്ഞാൽ ഇങ്ങനെ കാണും. ഇതിൻ്റെ അകത്ത് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ എന്തൊക്കെയാണ് മനസ്സിലാവുന്നത്? ഒരു പേജ് ഹെഡർ ഉണ്ട്, പിന്നെ താഴോട്ട് പോകുമ്പോൾ ഇവിടെ ഒരു സാധനം വെളുത്തിരിപ്പുണ്ട്, താഴെയൊക്കെ വെളുത്തിരിപ്പുണ്ട്. കണ്ടില്ലേ? അപ്പൊ ഇതെന്താന്ന് വെച്ചാല് ഇതൊരു മെയിൻ റിപ്പോർട്ടാണ് നമുക്ക് കിട്ടുന്നത്. ആ റിപ്പോർട്ടിന്റെ ഉള്ളില്
ചെറിയ ചെറിയ സബ് റിപ്പോർട്ടുകൾ. മനസ്സിലായില്ലേ? നമ്മളൊരു സാങ്ഷൻ ഓർഡർ എടുക്കുമ്പോൾ ഇപ്പൊ നേരത്തെ കാണിച്ച സ്ക്രീൻ തന്നെ നോക്കിയേ, ഇതിനകത്ത് എന്തൊക്കെയുണ്ട്. ഇതിനകത്ത് നമുക്ക് മെയിനായിട്ട് കുറച്ച് ഭാഗങ്ങളും ഉണ്ട്. പിന്നെ ഓരോ എക്വിപ്മെന്റ് ഡീറ്റെയിൽസും ഉണ്ട്. ഓരോന്ന് സ്പ്ലിറ്റ് ചെയ്ത് ഓരോ സബ് ഫോമുകളായിട്ട് അതിൻ്റെ അകത്ത് കയറ്റിയിരിക്കുക. മനസ്സിലായില്ലേ? സബ് റിപ്പോർട്ടുകളാണ് ഇതെല്ലാം, സബ് റിപ്പോർട്ടുകളാണ്. അതുകൊണ്ടാണ് ഈ വെളുത്ത കളറിൽ കാണുന്നത് വേറെ വേറെ റിപ്പോർട്ടുകളാണ്. ആ റിപ്പോർട്ടുകൾ എടുത്ത് ഇതിന്റെ ഉള്ളിൽ വെച്ചിരിക്കുക. അപ്പൊ അതെങ്ങനെ ഇതിന്റെ അകത്ത് ഉള്ളിൽ വെക്കും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾക്ക് തനിയെ വേണമെങ്കിൽ ഈ റിപ്പോർട്ടുകളൊക്കെ ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, അത് ഞാൻ ഇനി വരുന്ന ക്ലാസ്സുകളിൽ പറയാം. അപ്പൊ ഇവിടെ ഈ റിപ്പോർട്ട് ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു ഇൻട്രഡക്ഷൻ മാത്രമാണ്. ഇതിന്റെ അകത്ത് പറയാൻ ഉദ്ദേശിക്കുന്ന ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഞാൻ ഫോമിന്റെ അകത്ത് പറഞ്ഞിരുന്നു, ഫോം എടുത്തപ്പോൾ ഞാൻ പറഞ്ഞിരുന്നു ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഒരു റെക്റ്റാങ്കിൾ ഉണ്ട്. ആ റെക്റ്റാങ്കിളിന്റെ അകത്ത് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ കാണുന്ന റിപ്പോർട്ട് ഏത് ടേബിളുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നതെന്ന് മനസ്സിലായി. ഈ റെക്റ്റാങ്കിൾ, ഇവിടെ ഒരു റെക്റ്റാങ്കിൾ കണ്ടല്ലോ, ആ റെക്റ്റാങ്കിളിന്റെ അടുത്ത് നിന്ന് റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ പ്രോപ്പർട്ടീസ് പോകുമ്പോൾ ഈ വലത്ത് സൈഡിൽ കാണുന്ന ഈ സ്ക്രീൻ കാണും. അതിനകത്ത് റെക്കോർഡ് സോഴ്സ് ഉണ്ട്. ഇത് കണ്ടോ, സാങ്ഷൻ HT എന്ന് പറഞ്ഞ ഒരു ടേബിൾ അല്ലെങ്കിൽ കൊറിയുമായിട്ടാണ് ഈ സാങ്ഷൻ ഓർഡർ എന്ന് പറയുന്ന ഈ റിപ്പോർട്ടിനെ ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. അപ്പോൾ ഒരു റിപ്പോർട്ട് എന്ന് പറയുമ്പോൾ അതും ഒരു ടേബിളുമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുന്നു. ടേബിളിൽ നിന്നാണ് ഇതിൻ്റെ അകത്തോട്ട് ഡേറ്റ എടുക്കുന്നത്. അതൊക്കെ നമ്മൾ പഠിക്കും. പക്ഷെ ഇത് അങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് നിങ്ങൾ അറിഞ്ഞാൽ മതി. റിപ്പോർട്ട് എന്താണെന്നോ ആ റിപ്പോർട്ട് എങ്ങനെയാണ് അതിൻ്റെ അകത്ത് ഡേറ്റകൾ വരുന്നതെന്നോ ഒന്ന് അറിയുക മാത്രം മതി. അത് ഈ സാങ്ഷൻ HT എന്ന് പറഞ്ഞ ഈ ലിങ്ക് ചെയ്തിരിക്കുന്ന ഒരു കൊറി ഉണ്ടല്ലോ, അതാണ് ഈ കാണുന്നത്. ഇതിൻ്റെ അകത്ത് എന്തൊക്കെയുണ്ടെന്ന് നോക്കി, ഒരു സാങ്ഷൻ ഓർഡർ എടുക്കാനായിട്ട് എന്തൊക്കെയുണ്ട്. ഇവിടെ ഒരു ഓഫീസ് എന്ന് പറഞ്ഞൊരു ടേബിൾ ഉണ്ട്, കോൺട്രാക്ടേഴ്സിന്റെ ഒരു ലിസ്റ്റ് ഉണ്ട്, പിന്നെ വേറൊരു IIRന്റെ ഒരു ടേബിൾ ഉണ്ട്, സെക്ഷൻ എന്ന് പറഞ്ഞ ഒന്നുണ്ട്, അതർ ഓഫീസേഴ്സ് എന്ന് പറഞ്ഞ ഇതിന്റെ ഓരോന്നിനും ഓരോ എടുത്തു വെച്ചിരിക്കുന്ന ഓരോ ടേബിളിനും ഓരോ പർപ്പസാണ്. മനസ്സിലായില്ലേ? ഇവിടെ ഇപ്പം ഈ ഓഫീസ് എന്ന് പറയുക എന്ന് പറഞ്ഞാൽ ഏത് ഓഫീസിൽ നിന്നാണ് ഈ സാങ്ഷൻ ഓർഡർ എടുക്കുന്നത്, ആ ഓഫീസിന്റെ പർട്ടിക്കുലേഴ്സ് എല്ലാം ഇതിൻ്റെ അകത്ത് കാണും. പിന്നെ കോൺട്രാക്ടർ, ഇതിൻ്റെ അകത്ത് 1-2 കോൺട്രാക്ടേഴ്സ് കാണും. ആ കോൺട്രാക്ടറുടെ ഡീറ്റെയിൽസ് കിട്ടാൻ വേണ്ടിയാണ് ഈ ടേബിൾ എടുത്ത് വെച്ചിരിക്കുന്നത്. പിന്നെ നമ്മൾ അപ്രൂവൽ കൊടുത്തതും സാങ്ഷൻ കൊടുത്തതും അല്ലെങ്കിൽ സാങ്ഷൻ കൊടുത്തില്ല, കംപ്ലീറ്റ് റിപ്പോർട്ട് കിട്ടിയതും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ ടേബിളിന്റെ അകത്ത് കിടക്കുന്നത്. അടുത്തത് മാത്രമല്ല, ഈ ടേബിളിന്റെ അകത്ത് ഏതൊക്കെ ഇൻസ്പെക്ടേഴ്സ് ആണ് ഇത് ഇൻസ്പെക്ട് ചെയ്തതെന്ന് കിടക്കുന്നു. മനസ്സിലായില്ലേ? ഇനി അടുത്തത് ഇലക്ട്രിക്കൽ സെക്ഷന്റെ ഒരു ടേബിളാണ്. ഏതൊക്കെ ഇലക്ട്രിക്കൽ സെക്ഷൻ ഉണ്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ. പിന്നെ നേരത്തെ പറഞ്ഞ ഈ ഇൻസ്പെക്ടിങ് ഓഫീസേഴ്സിന്റെ പേരും ഡീറ്റെയിൽസ് ഉൾക്കൊണ്ട വേറൊരു ടേബിൾ ഉണ്ട്. അതർ ഓഫീസേഴ്സ് അല്ലെങ്കിൽ ഇലക്ട്രിക് ഇൻസ്പെക്ടർ, അവരുടെയൊക്കെ പേരും കാര്യങ്ങളും എല്ലാം ഇതിൻ്റെ അകത്ത് കാണും. അപ്പൊ ഇതെല്ലാം കൂടെ തമ്മിൽ ലിങ്ക് ചെയ്തിട്ട് നമ്മളൊരു കൊറി ഉണ്ടാക്കിയിട്ട്, ആ കൊറി എന്ന് പറഞ്ഞാൽ ജസ്റ്റ് ഒരു ടേബിളാണ്. ആ ടേബിൾ പോലെ ഒരു സംഗതി വരും. അതിന്റെ റിസൾട്ടാണ് സാങ്ഷൻ ഓർഡറായിട്ട് വരുന്നത്. ഇത് വേറൊരു റിപ്പോർട്ടാണ്. ചെറിയൊരു സാങ്ഷൻ ഓർഡറിന്റെ കണക്ക് വലിയ കോംപ്ലിക്കേറ്റഡ് റിപ്പോർട്ടൊന്നുമല്ല. ഇതിനകത്ത് മൂടി നോക്കി അതിന്റെ പേര് കിട്ടി, HT കേസ് എന്ന് പറഞ്ഞാൽ ഇതൊരു HT ലിസ്റ്റാണ്. HTയുടെ ഒരു ലിസ്റ്റാണ്. കേസ് നമ്പർ ഓർഡറിൽ കിട്ടുന്നതാണ്. ഇതിനകത്ത് 1-2 കാര്യങ്ങൾ പറയാൻ വേണ്ടിയാണ് ഞാൻ ഈ ടേബിള് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത്. ഇതിൻ്റെ അകത്ത് മുകളിലൊരു റിപ്പോർട്ട് ഹെഡർ കണ്ടില്ലേ, റിപ്പോർട്ട് ഹെഡർ, അങ്ങനെ ഒരു സംഗതി റിപ്പോർട്ടിനകത്ത് കാണും. പിന്നെ അത് കഴിഞ്ഞ് പേജ് ഹെഡർ കാണും. പിന്നെ അതുപോലെ താഴോട്ട് നോക്കിക്കഴിഞ്ഞാൽ ഇവിടെ ഒരു പേജ് ഫുട്ടർ കണ്ടില്ലേ. പേജ് ഫുട്ടറിന്റെ താഴെ ഒരു സോഫ്റ്റ്വെയറിന്റെ ഒരു കോഡും അതും ഇതൊക്കെ കൊടുക്കാൻ വേണ്ടി അതൊരു സ്പെഷ്യൽ ഇൻട്രസ്റ്റിൽ വെച്ചേക്കുന്നേ ഉള്ളൂ. അത് അത്യാവശ്യമുള്ളതൊന്നുമല്ല. അതിന് താഴെ റിപ്പോർട്ട് ഫുട്ടർ എന്ന് പറയുമ്പോൾ മുകളിലെ ഈ വരുന്ന ലിസ്റ്റിന്റെ അകത്ത് കുറച്ച് കോഡും കാര്യങ്ങളൊക്കെ കാണും, കുറച്ച് അബ്രിവിയേഷൻസ് കാണും. അതിന്റെ ഡീറ്റെയിൽസ് പറയുന്നതാണ് ഇത്. എന്ന് പറഞ്ഞാല് ഇതിന്റെ ഫൈനൽ പ്രിന്റ് എടുത്ത് നോക്കുമ്പോൾ എല്ലാ പേജുകളുടെയും പ്രിന്റ് കഴിഞ്ഞിട്ട് അവസാനമായിരിക്കും റിപ്പോർട്ട് ഫുട്ടറിന്റെ മാറ്റർ വരുന്നത്. തൊട്ട് മുമ്പത്തെ ആണെങ്കിൽ പേജ് ഫുട്ടർ എന്ന് പറഞ്ഞാൽ ഓരോ പേജിലും അടുക്കി വരുന്ന ഒരു സംഭവമായിരിക്കും. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഒരു ചെറിയൊരു ആക്സസ് ഫയൽ ഉണ്ട്. ആ ആക്സസ് ഫയലിന് നമ്മൾ ഇത് ഉണ്ടാക്കുമ്പോഴേ ഈ ഫുട്ടറും കാര്യങ്ങളും എല്ലാം നമുക്ക് വേണ്ടി വരും. അത് ജസ്റ്റ് അങ്ങനെയൊക്കെ ഉണ്ടെന്നൊന്ന് അറിഞ്ഞാൽ മതി. ഇതിന്റെ റിസൾട്ടും കൂടെ ഞാൻ കാണിക്കാം, ഈ റിപ്പോർട്ടും കൂടെ ഞാൻ കാണിക്കാം. ഇതാണ് റിപ്പോർട്ട്, ഇപ്പൊ കാണിച്ച റിപ്പോർട്ടാണ്. ഇതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. ഇതിനകത്ത് 1-2 ഇങ്ങനെ നമ്പർ ഓർഡറിൽ വന്നു. പിന്നെ അതിന്റെ കേസ് നമ്പർ ഉണ്ട്, അഡ്രസ് ഉണ്ട്, പിന്നെ അത് ന്യൂ ആണോ ഓൾഡ് ആണെന്നുള്ളതുണ്ട്. ഇവിടെ മുകളിൽ പേജ് 104 എന്ന് പറഞ്ഞാൽ 4 പേജും ഉണ്ട്, ഉണ്ടല്ലേ.
എന്നിട്ട് ഇത് ഒരു പേജാണ്, ഈ കാണുന്നത് ഒരു പേജാണ്. ആ പേജിന്റെ താഴെ ഒരു ഈ സൊല്യൂഷൻസ് 7.7 എന്ന് പറഞ്ഞ് ഞാൻ മറ്റേതിൽ കാണിച്ചില്ലേ, ഓരോ പേജിന്റെ ഫുട്ടറിൽ വരാൻ വേണ്ടി, ഇവിടെ പേജ് ഫുട്ടറിൽ വരാൻ വേണ്ടി കൊടുത്ത സാധനമാണ് ഈ ആ ഒരു പേജിന്റെ താഴെ വരുന്നത്. അപ്പൊ പേജ് 1 ആയാലും 2 ആയാലും 3 ആയാലും എല്ലാത്തിന്റെ അടിക്ക് അത് വരും. പിന്നെ ഇതെല്ലാം 4 പേജും കഴിഞ്ഞിട്ട് ഇവിടെ അവസാനം വരുമ്പോൾ, ലാസ്റ്റ് വരുമ്പോ കണ്ടില്ലേ, ആ 4 പേജിന്റെ അവസാനം വരുന്ന ഈ ഡീറ്റെയിൽസും നമ്മൾ നേരത്തെ കാണിച്ചതിനകത്തുണ്ട്, ഇതിനകത്തുണ്ട്. എന്ന് പറഞ്ഞാല് അവിടെ എങ്ങനെയാ കൊടുത്തേക്കുന്നത്, പേജ് ഫുട്ടറിന്റെ അടിക്കാം. അപ്പൊ പേജ് ഫുട്ടറിന്റെ അടിക്ക് എന്തെഴുതിയാലും എല്ലാ പേജും കഴിഞ്ഞിട്ട് അത് പ്രിന്റിൽ വരും. എന്ന് പറഞ്ഞാൽ ഞാൻ ഈ പറഞ്ഞതിന്റെ ഉള്ളടക്കം എന്താണെന്ന് വെച്ചാൽ, നമ്മള് വേഡ് എല്ലാവർക്കും അറിയാം, വേഡ് എല്ലാവരും ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ആ വേഡിന്റെ അകത്ത് ഇതുപോലെ ഹെഡറും ഫുട്ടറും ഒക്കെ ഉണ്ട്. ആ സംഭവം തന്നെയാണ് ഇതിന്റെ അകത്ത് വരുന്നത്, അല്ല വേറെ അധികമായിട്ടൊന്നുമില്ല. പക്ഷെ കുറച്ച് കാര്യങ്ങൾ, കുറച്ച് സിന്റാക്സ് ഒക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം. വേഡ് പോലെ സിമ്പിളായിട്ട് എടുത്തങ്ങ് ഉപയോഗിക്കാൻ പറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ, ഇനി നമ്മുടെ കയ്യിൽ ഒരു ഫയലുണ്ട്. ആ ഫയൽ എടുത്ത് വെച്ചിട്ട് നമുക്കൊന്ന് സ്റ്റഡി ചെയ്യാം. പിന്നെ ഒരു റിപ്പോർട്ട് നമുക്ക് ഉണ്ടാക്കാം. ഓക്കെ, നമ്മുടെ ഫയലിലേക്ക് കയറാം. നമ്മളൊരു ആക്സസ് ഫയൽ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ ആക്സസ് ഫയൽ ഒന്ന് എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഒരു റിപ്പോർട്ട് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. ഇതാണ് നമ്മുടെ ഫയല്. ഇതിൻ്റെ അകത്ത് ആൾറെഡി ഒരു റിപ്പോർട്ട് ഉണ്ട്, പക്ഷെ ആ റിപ്പോർട്ട് അവിടെ കിടപ്പുണ്ട്. അതിനെ ഞാൻ കാണിക്കുന്നുവെങ്കിലും നമ്മൾ ചെയ്യാൻ പോകുന്നത്, അതായത് ഇത് നമ്മൾ അന്ന് എൻട്രി ചെയ്ത ഡേറ്റയാണ്. അത് കാണിച്ചുകൊണ്ട് ഞാൻ തുടങ്ങാം. ഇതാണ് നമ്മൾ അന്ന് കാണിച്ച ഡേറ്റ, എൻട്രി ചെയ്ത് വെച്ച ഡേറ്റ. 1-ാം ദിവസം നമ്മൾ ക്ലാസ് കഴിഞ്ഞിട്ട് എൻട്രി ചെയ്ത് വെച്ച ഡേറ്റയാണ്. മനസ്സിലായത്? ആ ഡേറ്റയാണ്. ഓക്കെ, അടുത്തത് അതിന്റെ കൊറികളാണ് ഈ കാണുന്നതൊക്കെ. അതിന്റെ കൊറികളാണ്. അത് നമ്മൾ ഓരോ കണ്ടീഷൻസ് ഒക്കെ അപ്ലൈ ചെയ്ത് ഉണ്ടാക്കിയ കൊറിയാണ്. പിന്നെ ഒരു ഫോം നമ്മൾ വെറുതെ ഉണ്ടാക്കിയായിരുന്നു, ഇതുപോലെ ടൈപ്പ് ചെയ്ത് എൻട്രി ചെയ്യാനായിട്ട് ഒരു ഫോം. ഇതിനകത്ത് ഒരു ഡേറ്റ ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ അതിനകത്ത് കയറും. അത് നമ്മൾ പറഞ്ഞതാണ്. ഇനി അടുത്ത റിപ്പോർട്ട് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ചെയ്ത ഒരു സാധനം ഇവിടെ ഇരിപ്പുണ്ട്. ജസ്റ്റ് ഞാനൊന്ന് ഓപ്പൺ ചെയ്ത് കാണിക്കാം, പിന്നീട് അത് ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഞാൻ പറയാം. ഇവിടെ കണ്ടോ, റിപ്പോർട്ട് 3 ആണ് ഞാൻ എടുക്കാൻ പോകുന്നത്. അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, അതായത് ഇതിന്റെ അകത്ത് ചോദിച്ച ചോദ്യം, നമ്മുടെ ചോദ്യം എന്തായിരുന്നു അറിയോ, നമ്മുടെ ക്ലാസ് സ്റ്റഡി ചെയ്യുന്നതിന്റെ ചോദ്യം ആ മുകളിൽ കിടപ്പുണ്ട്. ആ ചോദ്യം, ഫ്രം ദ ടേബിൾ നെയിംഡ് ആക്സസ് ക്ലാസ് ക്രിയേറ്റ് എ റിപ്പോർട്ട് ഓഫ് ദ പാർട്ടിസിപ്പൻസ് ഫ്രം ഡിഫറെന്റ് ഓഫീസസ്. ഓരോ ഓഫീസിൽ നിന്നും അറ്റൻഡ് ചെയ്ത ആൾക്കാരുടെ ഒരു റിപ്പോർട്ട് ഉണ്ടാക്കാനായിട്ടായിരുന്നു നമ്മുടെ ചോദ്യം. മനസ്സിലായില്ലേ? ആ സംഗതിയാണ് ഞാൻ ഇവിടെ ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. കണ്ടോ, ആലപ്പുഴ ഓഫീസിൽ നിന്ന് 3 പേര് അറ്റൻഡ് ചെയ്തു, എറണാകുളം ഓഫീസിൽ നിന്ന് ഇങ്ങനെ 3 പേര് അറ്റൻഡ് ചെയ്തു. ഓരോ ഓഫീസിൽ നിന്ന് തിരിച്ച് റിപ്ലൈ വന്നു. അതെങ്ങനെ വരുന്നു എന്നുള്ളത് കാണിക്കാനാണ് ഞാൻ ഇന്ന് ശ്രമിക്കുന്നത്. ഓക്കെ, റിപ്പോർട്ട് 3 എടുത്ത് വേണമെങ്കിൽ ഡിസൈൻ വ്യൂവിൽ പോയാൽ ഇത് ചെയ്തു വെച്ചിരിക്കുന്നതൊക്കെ കാണാൻ പറ്റും. പക്ഷെ അങ്ങനെ പഠിച്ചിട്ട് കാര്യമില്ല. നമ്മൾ പുതിയതായിട്ടൊരു റിപ്പോർട്ട് ഉണ്ടാക്കാൻ പോകും. ഓക്കെ, അതായത് നമുക്ക് മനസ്സിലായല്ലോ, ഓരോ ഓഫീസിൽ നിന്നും എത്ര ഓഫീസർമാരെ അറ്റൻഡ് ചെയ്തു എന്നുള്ളത് സ്പ്ലിറ്റ് ചെയ്ത് കാണിക്കണം. അപ്പൊ ഇപ്പോൾ നമ്മളെല്ലാം ടേബിൾ എടുക്കുമ്പോഴും കൊറി എടുക്കുമ്പോഴും പുതിയതായിട്ട് ഓപ്പൺ ചെയ്യുന്നത് എങ്ങനെയാണ്, റിപ്പോർട്ട് എടുത്തു, ക്രിയേറ്റ് റിപ്പോർട്ട് ഇൻ ഡിസൈൻ വ്യൂ എടുത്തിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യും. കണ്ടില്ലേ? എന്നിട്ട് ഡബിൾ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇങ്ങനെ കിട്ടും. എന്നിട്ട് ഈ റെക്റ്റാങ്കിളിന്റെ അടുത്ത് നിന്നിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് എടുക്കും. പ്രോപ്പർട്ടീസ് എടുത്തിട്ട് ഈ റിപ്പോർട്ട് ഏത് ടേബിളുമായിട്ടാണ് ബന്ധപ്പെടുത്തുന്നത് എന്നുള്ളത് കാണിച്ചു കൊടുക്കണം. അതായത് ഫോർമാറ്റ്, ഡേറ്റ, ഈവന്റ്, അതർ, ഓൾ, ഇങ്ങനെ എല്ലാ മെനുകൾ വരും. അതിൽ നിന്ന് ഡേറ്റ എടുക്കുക. ഡേറ്റ എടുത്തിട്ട് റെക്കോർഡ് സോഴ്സ് കാണിച്ചു കൊടുക്കും. ഏതാണ് നമ്മുടെ ഫയൽ, ആക്സസ് ക്ലാസ്. അത് എടുത്ത് കാണിച്ചു കൊടുക്കും. ഇവിടെ ഇപ്പോൾ വന്നു കഴിഞ്ഞു, ഇവിടെ വന്നു കഴിഞ്ഞു. എന്നിട്ട് ഇതിനെ അങ്ങ് ക്ലോസ് ചെയ്തതിന്റെ ആവശ്യം കഴിഞ്ഞു. എന്നിട്ട് ഇതിനെ എടുത്തിട്ട് ഇങ്ങനെ പറക്കി വെക്കുകയാണ്. നമ്മൾ ഫോമിൽ ചെയ്തതുപോലെ തന്നെയാണ്. ഇവിടെ ഇപ്പോൾ നമുക്ക് എന്തൊക്കെ വേണം, ഓരോ ഓഫീസിൽ നിന്നും അറ്റൻഡ് ചെയ്തവരുടെ പേര് വേണം, അത് ജില്ല തിരിച്ചും വേണം. ഓക്കെ, ഞാൻ നെയിം എടുത്തു വെച്ചു, പിന്നെ ഓഫീസ് ഇരിക്കട്ടെ, ഓഫീസ് എടുത്തു വെച്ചു, അവരുടെ ഡെസിഗ്നേഷനും എടുത്തു വെച്ചു. ഇങ്ങനെ എടുത്തു വെച്ച് കഴിഞ്ഞ് ഇപ്പൊ എടുത്തു വെച്ചേ ഉള്ളൂ. ഇത് വേണമെങ്കിൽ ഒന്ന് ഭംഗിയാക്കി എടുത്തിട്ട് ഫോർമാറ്റ് ചെയ്തിട്ട് നെയിമൊക്കെ ഒന്ന് ബോൾഡ് ചെയ്ത് വേണമെങ്കിൽ ഇപ്പൊ സൈസൊക്കെ ഒന്ന് വലുതാക്കിയോ എന്തെങ്കിലും ചെയ്ത് നമുക്ക് ആവശ്യത്തിന് ആക്കി എടുക്കാം. പിന്നെ നെയിം
അതിന്റെ കൂടെ ഉള്ള ഒരു ടെക്സ്റ്റ് ഉണ്ട്, അതൊക്കെ എടുത്തിട്ട് അങ്ങോട്ടോ മാറ്റി വെക്കുകയോ അല്ലെങ്കിൽ ലെവലായിട്ട് വെക്കുകയോ അതൊക്കെ നമ്മുടെ ഇഷ്ടം, എങ്ങനെ വേണമെങ്കിലും ആക്കി വെക്കായിരുന്നു. നമുക്ക് എങ്ങനെ റിപ്പോർട്ട് വേണോ അതനുസരിച്ച് ഇതിനെ ആക്കി വെക്കുക. ആക്കി വെച്ചിട്ട് ഈ പ്രീവ്യൂ ഇത് കണ്ടോ, പ്രിന്റ് പ്രീവ്യൂ ഉണ്ട്. പ്രിന്റ് പ്രീവ്യൂ എടുത്തു കഴിഞ്ഞാൽ ഇതിന്റെ റിസൾട്ട് കാണാൻ പറ്റും. ഞാൻ ജസ്റ്റ് നമ്മുടെ റിസൾട്ട് ആയില്ല, ജസ്റ്റ് പറക്കി വെച്ചത് എങ്ങനെ ഇരിക്കുന്നു എന്നൊന്ന് കാണാൻ വേണ്ടി ഞാൻ ഇതിനെ പ്രസ് ചെയ്യുക, ഈ പ്രിന്റ് പ്രിവ്യൂവിനെ ഒന്ന് പ്രസ് ചെയ്യുക. ഓക്കെ, ഇങ്ങനെ. പക്ഷെ ഇത് നമ്മുടെ ലിസ്റ്റ് ആയില്ല. ആ ബോൾഡ് കണ്ടോ, ബോൾഡൊക്കെ ഞാൻ ചെയ്തു കൊടുത്തുകൊണ്ട് കിട്ടിയതാണ് ഇത്. പക്ഷെ ഇത് നമുക്ക് ആവശ്യമുള്ള തരത്തിലേക്ക് ആയില്ല. നമുക്ക് പേര് കിട്ടിയ ഓഫീസിന്റെ പേരുണ്ട്, ഏത് ഡെസ്റ്റിനേഷൻ ആണെന്നും. നമ്മൾ ചോദിച്ച ചോദ്യം എന്താ, ഓരോ ജില്ല തിരിച്ച് ലിസ്റ്റ് കിട്ടണം അല്ലെ. അപ്പോൾ ഈ ജില്ല എന്ന് പറയുന്നത് ഒരു കോമൺ ഫാക്ടറാണ്. നമ്മൾ ഉണ്ടാക്കാൻ പോകുന്ന റിപ്പോർട്ടിന്റെ ഒരു കോമൺ ഫാക്ടറാണ് ജില്ല എന്ന് പറഞ്ഞാൽ. ജില്ല വെച്ച് നമ്മൾ തിരിക്കണം. വി ഹാവ് ടു സോർട്ട് വിത്ത് ഡിസ്ട്രിക്ട്. അതെങ്ങനെയാന്ന് വെച്ചാൽ ഈ റിപ്പോർട്ട് ഉണ്ടാക്കുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കുക. ഞാൻ പുതിയൊരു മെനു എടുക്കാൻ പോവാം. അതായത് ഈ റെക്ടാങ്കിളിന്റെ അടുത്ത് പ്രസ് ചെയ്തിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യാം. അവിടെ സോർട്ടിങ് ആൻഡ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞു, സോർട്ടിങ് ആൻഡ് ഗ്രൂപ്പിംഗ് ഉണ്ടല്ലേ, അത് പ്രസ് ചെയ്തിട്ട് ഇങ്ങനൊരു മെനു കിട്ടും. അതില് നമ്മൾ എന്ത് വെച്ചാ സോർട്ട് ചെയ്യാൻ പോകുന്നത്, ജില്ല വെച്ച ഓഫീസ്. അപ്പൊ ഈ ഓഫീസ് എന്ന് പറഞ്ഞതിനെ എടുക്കുക. ശ്രദ്ധിച്ച് കേൾക്കണേ, ഓഫീസ് എന്ന് പറഞ്ഞതിനെ എടുക്കുക. അപ്പൊ അത് എടുത്താൽ മാത്രം പോരാ, അതിനെ ഒരു ഹെഡറായിട്ട് മാറ്റണം. ഞാൻ നേരത്തെ ഒരു സാങ്ഷൻ ഓർഡറിന്റെ ഒരു കാണിച്ചപ്പം ഹെഡർ എന്ന് കാണിച്ചില്ലേ. അപ്പൊ ഇത് ഓഫീസ് എടുത്തു വെച്ചാൽ മാത്രം പോരാ, അതിന്റെ ഗ്രൂപ്പ് ഹെഡർ എന്നുള്ളടത്ത് എസ് എന്നും കൂടെ കൊടുക്കുക. എസ് എന്ന് കൊടുത്തു കഴിഞ്ഞാൽ ഉടനെ ഈ നിങ്ങൾക്ക് കാണാമല്ലോ, ഇതിന്റെ കഴ്സർ കാണാം. ഈ ഇവിടെ കണ്ടോ പേജ് ഹെഡർ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കണ്ടില്ലേ, അവിടെ ഒരു ഹെഡർ വരും. ശ്രദ്ധിച്ചു നോക്കുക. ഇവിടെ ഓഫീസ് എന്ന് പറഞ്ഞെടുത്ത് മൗസ് വയ്ക്കുക, മുകളിൽ കൂടെ നോക്കുക. നിങ്ങൾ ഈ ഓഫീസിന് അടുത്ത് വെച്ച് മൗസ് വയ്ക്കുക, എന്നിട്ട് ഗ്രൂപ്പ് ഹെഡറിന്റെ അടുത്ത് എസ് എന്ന് കൊടുക്കുക. എസ് എന്ന് കൊടുക്കുമ്പോൾ അത് അപ്ലൈ ചെയ്യുമ്പോൾ മുകളിൽ ഒരു മെനു വരും. നോക്കണം, കണ്ടോ അവിടെ ഒരു മെനു വന്നുണ്ടോ, അല്ല ഒരു പുതിയൊരു ഹെഡർ വന്നുണ്ടോ, ഓഫീസ് ഹെഡർ എന്ന് പറഞ്ഞ ഒരു സാധനം അവിടെ വരും. എന്നിട്ട് എന്ത് ചെയ്യണം, അപ്പൊ ഇതൊരു കോമൺ ഫാക്ടർ നിൽക്കുന്ന ഒരു സംഭവമാണ്. നമ്മുടെ കോമൺ ഫാക്ടർ എന്താ, ഓഫീസ്. ആ ഓഫീസിനെ എടുത്തിട്ട് മുകളിലോട്ട് വെച്ചാൽ മതി. കണ്ടോ, ഓഫീസിനെ എടുത്തിട്ട് മുകളിലോട്ട് വെച്ചാൽ മതി. അപ്പൊ അത് കോമൺ ഫാക്ടർ. താഴെ ഇനി നമുക്ക് ഓഫീസ് വേണ്ട, പക്ഷെ പിന്നെ എടുത്ത് കളയാം. അപ്പൊ തൽക്കാലം ഇതിന്റെ റിസൾട്ട് എന്തായി നോക്കാം. ഈ പ്രിന്റ് പ്രീവ്യൂ എടുക്കുക. കണ്ടോ, അത് ഇച്ചിരി ഗ്യാപ്പ് ഇട്ട് കൊടുത്തെങ്കിലേ നമുക്ക് കാണാൻ പറ്റത്തുള്ളൂ. നോക്കി, ഇവിടെ ആലപ്പുഴ എന്നുള്ള ഓഫീസർമാരെ തിരിച്ചു വന്നു. ഏതൊക്കെ, സന്തോഷ്, മാത്യു, രാധാകൃഷ്ണൻ. അടുത്ത എറണാകുളം മനോജ് കൃഷ്ണൻ, ശ്രീനിഷ്, നേരൊന്നു. ഇങ്ങനെ വന്നു കഴിഞ്ഞു. പക്ഷെ നമുക്ക് വിസിബിൾ ആയിട്ടൊരു ഭംഗിയൊക്കെ വേണ്ടി അതിന്, എന്നാൽ ആ സ്റ്റൈലിലേക്ക് ആക്കിയെടുക്കണം. ഇനി ഇത്രയും മനസ്സിലായല്ലോ. ഇനി ഞാൻ ആ ഫയലിനെ ഡിലീറ്റ് ചെയ്തിട്ട് ഒന്നും കൂടെ ആദ്യം മുതൽ പറയാം. ഓക്കെ, ഞാൻ ഇതിനെ കളയാം. ഒന്നും കൂടെ മനസ്സിലാകാത്തവരൊന്നും കൂടെ ശ്രദ്ധിക്കാം. ഇതിനെ ഞാൻ ക്ലോസ് ചെയ്തു, സേവ് ചെയ്യുന്നില്ല. അതായത് എനിക്ക് വേണ്ടിയത് ജില്ല തിരിച്ചുള്ള ലിസ്റ്റാണ്. ജില്ല തിരിച്ച് ഓരോ ഓഫീസിൽ നിന്നും എത്ര പേര് അറ്റൻഡ് ചെയ്തു എന്ന് അറിയണം. അതാണ് എൻ്റെ പർപ്പസ്. അപ്പൊ റിപ്പോർട്ടിന്റെ അടുത്ത് വരിക, ക്രിയേറ്റ് ന്യൂ ഡിസൈൻ വ്യൂ എന്നുള്ളടത്ത് ഡബിൾ ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ വരും. എന്നിട്ട് ഇതങ്ങ് കളഞ്ഞേക്കുക, ഇത് നമ്മൾ എടുക്കുമ്പോൾ വന്നാണ്. ഇങ്ങനെ ഒരു സ്ക്രീൻ വരും. എന്നിട്ട് ഈ റെക്ടാങ്കിളിന്റെ അടുത്ത് നിന്നിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. എന്നിട്ട് പ്രോപ്പർട്ടീസിൽ വരിക എന്ന് പറഞ്ഞാൽ ടേബിൾ കാണിച്ചു കൊടുക്കുക. ഏത് ടേബിളുമായിട്ട് ആണ് നമ്മുടെ റിപ്പോർട്ടിനെ ബന്ധപ്പെടുത്താൻ പോകുന്നത് കാണിച്ചു കൊടുക്കണം. അപ്പൊ ഇവിടെ ഡേറ്റ വരുമ്പോഴേ ഇവിടെ ഫോർമാറ്റ് ഡേറ്റ ഇങ്ങോട്ട് വല്ല മാറി കിടക്കുകയാണെങ്കിൽ അത് നേരെയാക്കണം. ഇവിടെ ഡേറ്റ കൊണ്ടുവന്നിട്ട് റെക്കോർഡ് സോഴ്സിൽ നിന്ന് ആക്സസ് ക്ലാസ് എന്നുള്ളത് ടേബിൾ കാണിച്ചു കൊടുക്കുക. ഓക്കെ, കാണിച്ചു കൊടുക്കുമ്പോൾ എന്ത് പറ്റി, ഇവിടെ ആക്സസ് ടേബിൾ വന്നു വരും. എന്നിട്ട് അതിൻ്റെ അകത്ത് നിന്ന് നമുക്ക് ആവശ്യമുള്ള സാധനങ്ങളെ പറക്കി ഇങ്ങോട്ട് വിളിക്കുക. നമുക്ക് വേണ്ടിയത് ആളിന്റെ പേര് വേണം, നെയിം, പേര് വേണം, പിന്നെ ഓഫീസ് വേണം, പിന്നെ ഡെസ്റ്റിനേഷൻ വേണം. ഇത്രയും സാധനങ്ങൾ വേണം. അപ്പൊ ഇതിന്റെ റിസൾട്ട് എടുക്കുമ്പോൾ നമുക്ക് ജില്ല തിരിച്ചൊന്നും കാണത്തില്ല, അല്ലേ? എല്ലാം കൂടെ വലിച്ചു വരിയിട്ടേക്കുന്ന പോലെ കാണത്തുള്ളൂ. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം, ജില്ല തിരിച്ചിതിനെ എടുക്കണമെങ്കിൽ ഒരു ഹെഡർ അവിടെ ക്രിയേറ്റ് ചെയ്യണം. മനസ്സിലായില്ലേ? ഈ പേജ് ഹെഡർ കൂടാതെ വേറൊരു ഹെഡർ അവിടെ ക്രിയേറ്റ് ചെയ്യണം. ആ ഹെഡർ ജില്ലയാണ്, ഓഫീസാണ്. അതുണ്ടാക്കാൻ വേണ്ടി ഈ ലെഫ്റ്റ് സൈഡിൽ മുകളിൽ വന്ന് നിന്നിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. സോർട്ടിങ് ആൻഡ് ഗ്രൂപ്പിംഗ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. ഈ സോർട്ടിങ് ആൻഡ് ഗ്രൂപ്പിംഗിൽ അത് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് പഠിക്കുമ്പോൾ ഞാനത് പറഞ്ഞുതരാം. അപ്പൊ ഈ സോർട്ടിങ് ആൻഡ് ഗ്രൂപ്പിംഗിൽ വന്നിട്ട് ഒരു
ഹെഡർ അവിടെ ഉണ്ടാക്കണം. ഏതാ? ഓഫീസ് എന്ന് പറഞ്ഞ ഹെഡർ എടുത്തു. എന്നിട്ട് അവിടെ ഗ്രൂപ്പ് ഹെഡർ എന്നുള്ളിടത്ത് യെസ് കൊടുക്കുമ്പോൾ മുകളിൽ ആ ഹെഡർ വരും. ഇവിടെ എസ് എന്ന് കൊടുക്കുമ്പോൾ മുകളിൽ ആ ഹെഡർ വരും. ഓക്കെ, ഇവിടെ വന്നു, ഹെഡർ വന്നു. അപ്പൊ ഇതാണ് കോമൺ സ്പേസ്. ഇനി ഇതങ്ങ് കളയാണ്. എന്നിട്ട് ഇവിടെ ഇതാണ് നമ്മുടെ കോമൺ ഏരിയ. ഓരോ ഓഫീസിന്റെ കോമൺ ഏരിയ എന്ന് പറഞ്ഞാൽ ഇതാണ്. അവിടെ നമ്മൾ ഓഫീസിന് എടുത്തു വയ്ക്കുക. ഇവിടെ ഓഫീസിന് എടുത്തു വയ്ക്കുക. ക്ലിയർ ആയില്ലേ? ഇനി നമുക്ക് ഇത് ഭംഗിയാക്കി എടുക്കണ്ടേ? ഇത് ഓരോ സാധനങ്ങളും എടുത്ത് ഭംഗിയാക്കി എടുക്കണം. ഭംഗിയാക്കി എടുക്കുന്ന എന്തൊക്കെയാ? നമ്മൾ സാധാരണ ഒരു ഓഫീസിൽ ഇപ്പൊ ചീഫ് ഓഫീസിൽ നിന്നൊക്കെ ഒരു റിപ്പോർട്ട് ചോദിച്ചു കഴിഞ്ഞാൽ അതുപോലെ ഭംഗിയാക്കി എടുക്കണമല്ലോ. അതെങ്ങനെയാണെന്ന് നോക്കാം. ഡെസ്റ്റിനേഷൻ ഇങ്ങനെ കൊണ്ടുവന്ന് വെറുതെ വെച്ചു. പക്ഷെ ഇതൊന്ന് നോക്കാം, ഇത് ഭംഗി ആയോ എന്ന് നോക്കാം. ഇങ്ങനെ വെച്ചു, ഇതുകൊണ്ട് കാര്യമില്ല. നോക്കി റിസൾട്ട് എടുത്ത് നോക്കാം എങ്ങനെയാണെന്നുള്ളത്. ഇങ്ങനെയാണ് വരുന്നത്. ആലപ്പുഴ എന്ന് പറഞ്ഞ ഹെഡിങ് വന്നു. ഇത് ഒരു കാര്യം ശ്രദ്ധിച്ചില്ലേ? ഇവിടെ ആലപ്പുഴ എന്ന് പറഞ്ഞത് വന്നിട്ട് ആൽഫബറ്റിക് ഓർഡറിലാണ് വന്നത്. ആലപ്പുഴ കഴിഞ്ഞ് എറണാകുളം. അതെങ്ങനെയാ വന്നത്? അങ്ങനെ നമ്മൾ സെലക്ട് ചെയ്ത് വെച്ചായിരുന്നു. ശ്രദ്ധിച്ചായിരുന്നോ അത് എവിടുന്നാ വന്നെന്നുള്ളത്? അതായത് നമ്മൾ ഇവിടെ സോർട്ടിങ് ആൻഡ് ഗ്രൂപ്പിങ് കൊടുത്തില്ലേ? സോർട്ടിങ് ആൻഡ് ഗ്രൂപ്പിങ് കൊടുത്തപ്പോഴേ ഈ ഓഫീസിന്റെ വലത്ത് സൈഡിൽ ഒരു അസെൻഡിങ് ഉണ്ടായിരുന്നു. അതായത് ആൽഫബറ്റിക് ഓർഡറിൽ കൊടുക്കണമെന്നുള്ളതാണ് അതിന്റെ അർത്ഥം. ഇത് വേണമെങ്കിൽ ഡിസെൻഡിങ് ആക്കിയൊക്കെ ചെയ്യാം. മെനു കണ്ടില്ലേ? അവിടെ നിന്നാണ് ഇത് വന്നത്. ഇനി നമുക്ക് ഇതിനെ ഒന്ന് ഭംഗിയാക്കി എടുക്കണം. എന്താ ഇവിടെ ഒരു പേര്, ഈ ടെക്സ്റ്റിന്റെ അടുത്തൊരു, ഈ ടെക്സ്റ്റ് 3 എന്ന് കാണിച്ചിരിക്കുന്നത് എപ്പോഴും ഇതിന്റെ കൂടെ മൂവ് ചെയ്യുന്ന സാധനം. എല്ലാം അങ്ങനെ ഇതിന്റെ കൂടെ മൂവ് ചെയ്യും. അതിന്റെ മാറ്റർ ലേബല് കാണിക്കാൻ വേണ്ടിയാണ് അത് വെച്ചിരിക്കുന്നത്. അപ്പൊ ഞാൻ ഇതിനെ ഈ ടെക്സ്റ്റ് 3 എന്നുള്ളതിനെ എടുത്ത് എഡിറ്റ് ചെയ്തിട്ട് ഡിസ്ട്രിക്റ്റ് എന്ന് കൊടുക്കുക. ഡിസ്ട്രിക്റ്റ് എന്ന് കൊടുത്തിട്ട് ഒന്ന് ഭംഗിയാക്കി എടുക്കുകയാണേ. ഇതിങ്ങനെ വെച്ചു. എന്നിട്ട് ഇതിനെ അടുത്ത് കൊണ്ടുവച്ചിട്ട് അതിനാവശ്യത്തിന് സ്ഥലമൊക്കെ ഉണ്ടാക്കി കൊടുത്തു. വലിയ ഡ്രാഗ് ചെയ്ത് വലുതാക്കി. എന്നിട്ട് പിന്നെ ഇവിടെ പേരും ബാക്കി നമുക്കിപ്പോ എന്താ നടന്നതെന്ന് റിസൾട്ട് ഒന്ന് എടുത്തു നോക്കാം. ഇപ്പൊ ഡിസ്ട്രിക്റ്റ് മുകളിൽ വന്നു. പക്ഷെ താഴെ ഇനി ചില കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നൊരു ഈ ഓഫീസ് പിന്നെ ആവശ്യമില്ലല്ലോ. കാരണം ഓൾറെഡി ഓഫീസ് വന്നു കഴിഞ്ഞു. അതിനെ അങ്ങ് കളയാം. അതിന് നമുക്ക് ആവശ്യമില്ല, ഡിലീറ്റ് ചെയ്യും. എന്നിട്ട് ഈ നെയിമിന്റെ മുകളിൽ ഒരു പേര് വരുമ്പം അതിന്റെ മുകളിൽ നെയിം വന്ന് നിൽക്കണ്ടേ? ഇതിന്റെ മുകളിൽ ഇങ്ങനെ വരണം, നല്ലേ അത് ഭംഗിയുള്ളൂ. പേര് മുകളിൽ വരണം. പിന്നെ ഡെസ്റ്റിനേഷൻ. നമ്മുടെ ടൈം തീരാറായി. എൻഡ് ഇൻ 10 minutes. 10 minutes കഴിയുമ്പോൾ നമ്മുടെ സമയം കഴിയും. അപ്പൊ ഇത് കട്ടായി പോവും. അപ്പൊ തിരിച്ച് ഒരു 5 minutes കഴിഞ്ഞ് കട്ടായിട്ട് ഒരു 5 minutes കഴിഞ്ഞ് നിങ്ങൾ തിരിച്ചു കയറണം. ഓക്കെ. അപ്പൊ ഇവിടെ നെയിം ഒരു ഹെഡിങ് ആയിട്ട് നിൽക്കണമല്ലോ. അതുപോലെ ഡെസ്റ്റിനേഷൻ ഒരു ഹെഡിങ് ആയിട്ട് നിൽക്കണം. ഇങ്ങനെയല്ലേ വരേണ്ടത് ശരിക്കും? നോക്കിക്കേ, ഇങ്ങനെയാണ് വരേണ്ടത്. നോക്കാം റിസൾട്ട് എങ്ങനെയാണെന്ന് നോക്കാം. ആലപ്പുഴ നെയിം മുകളിൽ വന്നു. പിന്നെ അതിന്റെ താഴെ സന്തോഷം വന്നു. ഇവിടെ എന്താ പ്രശ്നം? ഓരോ പേരിന്റെയും മുകളിൽ നെയിം ഡെസ്റ്റിനേഷൻ എന്ന് പറഞ്ഞു വന്നു. എന്ന് പറഞ്ഞാൽ നെയിമും ഡെസ്റ്റിനേഷനും ഇങ്ങനെയല്ല എഴുതേണ്ടത്. അത് കോമൺ മാറ്റർ ആയിട്ട് പോകണം. അത് കോമൺ മാറ്റർ ആയിട്ട് പോകണമെങ്കിൽ ഈ ഓഫീസിൽ നിന്ന് കിടക്കുന്ന സ്ഥലത്ത് തന്നെ ഈ നെയിം വരണം. ഈ നെയിമിനെ മാത്രം എടുത്ത് മുകളിലോട്ട് വെക്കാൻ പറ്റത്തില്ല. മനസ്സിലായി? ഈ നെയിമിനെ മാത്രം എടുത്ത് മുകളിലോട്ട് വെക്കാൻ പറ്റത്തില്ല. ഇത് മുകളിലോട്ട് പോകത്തില്ല. അതുകൊണ്ട് നമ്മൾ ഈ ടൂൾസിനകത്ത് ഒരു ലേബൽ ഇരിക്കുന്നില്ല. ആ ലേബലിനെ എടുത്തിട്ട് ഇവിടെ നെയിം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കണം. അമർത്തി ഡ്രാഗ് ചെയ്താൽ മതി നെയിം. എന്നിട്ട് വേണമെങ്കിൽ അതിനൊന്ന് ബോൾഡും കൂടെ ആക്കി. ഓക്കെ. എന്നിട്ട് ഈ നെയിം നമുക്കിനി ആവശ്യമില്ല. താഴത്തെ നെയിം നമുക്ക് ആവശ്യമില്ല. അതിനെ എടുത്ത് കളയണമെങ്കിൽ ഇച്ചിരി പാടാം. ശ്രദ്ധിച്ചു നോക്കുക. ഈ നെയിമിനെ എടുത്ത് കളയണമെങ്കിൽ ഇതിന്റെ കൂടെ മൂവ് ചെയ്യുന്ന രണ്ടും കൂടെ പേരായിട്ട് മൂവ് ചെയ്യുന്ന സാധനം അതിനെ എടുത്ത് കളയണമെങ്കിൽ ഇവിടെ മൗസ് വെക്കുക. എന്നിട്ട് ഈ ഞാൻ മൂവ് ചെയ്യുന്ന കഴ്സർ ഇതിന്റെ മുകളിൽ, അത് എടുത്ത് കളയേണ്ട സാധനത്തിന് മുകളിൽ വരുമ്പം ഒരു ചൂണ്ടുവിരൽ നിൽക്കുന്ന പോലെ വരും. ശ്രദ്ധിച്ചു നോക്കുക. ഈ കഴ്സർ അവിടെ ചെല്ലുമ്പോൾ ഷേപ്പ് മാറി നോക്കണം. നിങ്ങളുടെ കമ്പ്യൂട്ടറിൽ കാണാൻ പറ്റും. ഇങ്ങനെ മൂവ് ചെയ്ത് ഇവിടെ കൊണ്ടുവരുമ്പോൾ ഒരു കൈ പോലെ വരും. ഇതില്ലേ? ആ കൈ പോലെ വന്നു കഴിഞ്ഞാല് അതിനെ അമർത്തുക. ലെഫ്റ്റ് മൗസ് വെച്ച്, മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ വെച്ച് അതിനെ അമർത്തുക. എന്നിട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. കണ്ടില്ല? അത് മാത്രമായിട്ട് ക്ലിയർ ആയി ഞാൻ പറഞ്ഞു. ഒന്നും കൂടെ കാണിച്ചു തരാം. അതായത് ഇത് മൂവ് ചെയ്ത് കഴിഞ്ഞാൽ ഒരുമിച്ചേ പോകത്തുള്ളൂ. നമുക്ക് ഈ നെയിമിനെ എടുത്ത് കളയണം. കാരണം അത് ഓൾറെഡി നമ്മൾ മുകളിൽ എഴുതി കഴിഞ്ഞു. അപ്പൊ അതിന് കളയണമെങ്കിൽ ഈ കഴ്സർ എടുത്തിട്ട്
ആ കളയേണ്ട സാധനത്തിന് മുകളിൽ ലെഫ്റ്റ് സൈഡ് മുകളിൽ കൊണ്ടുവച്ച് വെക്കുമ്പോൾ ഒരു കൈ പോലെ വരും. എന്നിട്ട് അതിനെ അമർത്തുക, ലെഫ്റ്റ് ബട്ടൺ വെച്ച് അമർത്തുക. അമർത്തി കഴിഞ്ഞിട്ട് കൈ വിട്ടു, ഇനി അത് പ്രസ് ചെയ്യണ്ടാവും, ജസ്റ്റ് ഒന്ന് അമർത്തിയാൽ മാത്രം മതി. എന്നിട്ട് ഡിലീറ്റ് ബട്ടൺ പ്രസ് ചെയ്യുക. അപ്പൊ അത് മുടിക്കും. അപ്പൊ നെയിം എടുത്തിട്ട് ഈ നെയിമിന്റെ നേരെ വെച്ചു. ഇനി അതുപോലെ ഡെസ്റ്റിനേഷൻ നമുക്ക് ആവശ്യമില്ലല്ലോ, ഈ ലേബല് കൂടുള്ള ലേബല് നമുക്കിന് ആവശ്യമില്ല, കാരണം മുകളിൽ നമ്മൾ ഒരെണ്ണം ഉണ്ടാക്കാൻ പോവാം. ഇവിടെ നെയിമിനെ ഞാൻ കോപ്പി ചെയ്ത് പേസ്റ്റ് ചെയ്തിട്ട് അതിനെ ഡെസ്റ്റിനേഷൻ ആക്കി, ഡെസിഗ്നേഷൻ. എന്നിട്ട് അതിനെ നേരെ എടുത്തു വെച്ചു. നേരെ എടുത്തു വെച്ചു. എന്നിട്ട് ഇതിനെ മുകളിലോട്ടൊക്കെ കൊണ്ടുപോയി താഴത്തെ ഡെസ്റ്റിനേഷനെ ഞാൻ എടുത്ത് കളഞ്ഞു. എന്നിട്ട് ഇതും നേരെ വെച്ചു. നോക്കിക്കണം, റിസൾട്ട് വരുന്ന നോക്കിക്കണം. ഇതെല്ലാം പിടിച്ചു നേരെ വെച്ചു. ഓക്കെ, ഇങ്ങനെ നോക്കാം എങ്ങനെ റിസൾട്ട് നോക്കും. ഈ കഴ്സർ പ്രസ് ചെയ്യുമ്പോൾ ഇങ്ങനെ വരും കേട്ടോ. ആലപ്പുഴ ഡിസ്ട്രിക്ട് ആലപ്പുഴ, നെയിം ഒരു നെയിമേ ഉള്ളൂ, അതിന് നേരെ സന്തോഷവും കാര്യങ്ങളും എല്ലാം വന്നു അല്ലേ. ഇനി നമുക്ക് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാല് ഇതിന് ഗ്യാപ്പൊക്കെ വേണ്ടി, ആലപ്പുഴ കഴിഞ്ഞ് ഡിസ്ട്രിക്ട് ഒന്നുകിൽ ഇത് അടുത്ത പേജിലാക്കാം, അതല്ലെങ്കിൽ അത് തമ്മിലൊരു ഗ്യാപ്പൊക്കെ വേണം. ആ ഗ്യാപ്പ് ഉണ്ടാക്കുന്നതിന് വേണ്ടി അതൊരു ട്രയൽ ആൻഡ് എറർ പോലെ നിങ്ങൾ നോക്കിയാൽ മതി. അത് ചെയ്ത് നോക്കുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായി. ഇതിനെ പിടിച്ച് മൊത്തമായിട്ട് പിടിച്ച് താഴോട്ടിച്ചിട്ട് വെച്ചാൽ അന്നേരം ശരിയാവും. ആ ഗ്യാപ്പ് മുകളിൽ വന്ന ഈ ഗ്യാപ്പ് ഓരോന്നിന്റെ ഇടയ്ക്ക് വന്നു പോയിക്കോളൂ. കണ്ടില്ലേ, ഗ്യാപ്പ് വന്നാണ്. ഇനി വല്ല അണ്ടർലൈനോ വല്ലതും കൊടുക്കണമെങ്കിൽ അതൊക്കെ നമുക്ക് കൊടുക്കാം. ഇതിന് സെലക്ട് ചെയ്തിട്ട് അണ്ടർലൈൻ കൊടുത്താൽ മതി. അണ്ടർലൈൻ കൊടുക്കുകയോ ബോൾഡ് ആക്കിയോ ഇനി ആ റിസൾട്ട് നോക്കിയിട്ടുണ്ടല്ലേ ആലപ്പുഴ. ഇനി അത് വലുതാക്കണമെങ്കിൽ വലുതാക്കണം. ഗ്യാപ്പും എല്ലാം വന്നു. അപ്പൊ ഇതിനെ ഒന്ന് സേവ് ചെയ്തേക്കുക. ഇത്രയും നേരമായിട്ട് നമ്മൾ സേവ് ചെയ്തില്ല, സേവ് ചെയ്തു. അപ്പൊ ഇത് റിപ്പോർട്ട് ഫോറായിട്ട് അവിടെ മനസ്സിലായി കാണുമെന്ന് ഞാൻ കരുതുന്നു. ഇതാണ് റിപ്പോർട്ട്, മനസ്സിലായോ? ഇനി നമ്മൾ അടുത്തത് മാക്രോയിലോട്ട് പോവുകയാണ്. മാക്രോയിലോട്ട് പോവുകയാണ്. ടേബിള് പഠിച്ചു, കൊറി പഠിച്ചു, ഫോം പഠിച്ചു, റിപ്പോർട്ട് പഠിച്ചു. നമ്മുടെ സമയം 5 മിനിറ്റ്, റണ്ണിങ് ടൈം 5 മിനിറ്റും കൂടെ ഉണ്ട്. ഓക്കെ, കഴിഞ്ഞായി പറഞ്ഞ പോലെ ചെയ്യാം. ഓക്കെ, അപ്പോൾ നമ്മൾ മാക്രോയിലോട്ട് കയറുക. മാക്രോ, ഈ മാക്രോ മനസ്സിലാകണമെങ്കിൽ അതിന് കുറച്ച് ഫോമുകൾ ഞാൻ വെറുതെ ഇങ്ങനെ കാണിച്ചിരിക്കുന്നേ ഉള്ളൂ. പക്ഷെ അത് അതിന്റെ ഉള്ളിൽ കയറിയത് പറഞ്ഞു തരുന്നതായിരിക്കും നല്ലത്. ഇവിടെ ഞാൻ ഈ പറയാൻ ഉദ്ദേശിക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഇതൊരു ഫോമാണ്, ഈ കാണിച്ചിരിക്കുന്നത് ഒരു ഫോമാണ്. ഈ ഫോമിന്റെ അകത്ത് ഈ മെയിൻ മെനു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാവർക്കും അറിയാം എന്താ വരുന്നത്. മെയിൻ മെനു പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ മെയിൻ മെനു ഓപ്പൺ ആയിട്ട് വരും. പക്ഷെ അത് എങ്ങനെ വന്നു? ഈ മെയിൻ മെനു എന്ന് പറഞ്ഞ ഈ ഫോമിന്റെ അകത്ത് മെയിൻ മെനു എന്ന് പറഞ്ഞ ഒരു കമാൻഡ് ബട്ടണാണ്. ആ കമാൻഡ് ബട്ടൺ എന്ന് പറഞ്ഞാൽ അത് എടുത്തു വെച്ചിട്ട് അതിന്റെ കൂടെ ഒരു ആക്ഷൻ നമ്മൾ കൊടുക്കും. മനസ്സിലായില്ലേ? ഇത് ഞാനൊന്ന് നമ്മുടെ ഫയൽ ഓപ്പൺ ചെയ്തൊന്ന് കാണിച്ചു തരാം, അന്നേരം നിങ്ങൾക്ക് അതിന്റെ പർപ്പസ് മനസ്സിലാവും. ഓക്കെ, ഇപ്പൊ പറയാൻ പോകുന്ന സംഗതി ഇതാണ്. ഇതിന്റെ അകത്തൊരു മെയിൻ മെനു എന്ന് പറഞ്ഞ സംഗതിയുണ്ട്, ഒരു ബട്ടണുണ്ട്. ഈ ഫോമിന്റെ അകത്ത് ഈ മെയിൻ മെനു എന്ന് പറഞ്ഞൊരു ബട്ടണുണ്ട്. ആ ബട്ടൺ അമർത്തുമ്പോൾ നടക്കുന്ന കാര്യങ്ങളാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. മെയിൻ മെനുവിൽ ഞാനിപ്പോൾ പ്രസ് ചെയ്യുക, ഉണ്ടല്ലേ? മെയിൻ മെനുവിൽ പ്രസ് ചെയ്യുമ്പോൾ ഇവിടെ വലത്ത് സൈഡിൽ ഒരു സാധനം കിടന്നു, അത് ക്ലോസ് ആയി. എന്നിട്ട് അവസാനം ഒരു സ്വിച്ച് ബോർഡ് വന്നു. അത് എങ്ങനെ വന്നു എന്നുള്ളതാണ് ഞാൻ പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് കാര്യം മനസ്സിലായല്ലോ? ഞാൻ ഒന്നുകൂടെ കാണിച്ചു തരാം. ഇനിഷ്യലൈസ് ഫോട്ടോ ഓഫീസ്, ഇതാണ് സംഗതി. ഈ മെയിൻ മെനു എന്ന് പറഞ്ഞ ബട്ടണിൽ പ്രസ് ചെയ്യുമ്പോൾ, ഇതൊരു ഫോമാണ്, ആ ഫോമിന്റെ അകത്ത് മെയിൻ മെനു എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്ത് നടക്കുന്നു എന്നുള്ളതാണ് പറയാൻ പോകുന്നത്. ഓക്കെ, ഒന്ന് പ്രസ് ചെയ്യുകയാണേ. ഉണ്ടോ? പ്രസ് ചെയ്തപ്പം ഇവിടെ ഒരു യൂസർ എന്ന് പറഞ്ഞ ഒരു സാധനം, ഇവിടെ ഒരു ലെഫ്റ്റ് സൈഡിൽ മുകളിൽ ഒരു സാധനം വന്നു, ഈ സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞ സാധനം വന്നു. അത് രണ്ടും എങ്ങനെ വന്നു അതാണ് പറയാൻ പോകുന്നത്. ശ്രദ്ധിച്ച് നോക്കുക. ഞാൻ അതിന്റെ ഡിസൈൻ വ്യൂവിലോട്ട് പോവാണ്. ഇതാണ് ഫോം. ആ ഫോമിന്റെ മെയിൻ മെനു എന്ന് പറഞ്ഞ ബട്ടൺ, അതിൻ്റെ അകത്ത് എന്തുവാണോ ഉള്ളതെന്ന് നോക്കാൻ പോവാം. ഇതിനെ സെലക്ട് ചെയ്ത് വെച്ചിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തു, പ്രോപ്പർട്ടീസിൽ വന്നു. അതായത് ആ ബട്ടനെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പ്രോപ്പർട്ടീസിൽ വന്ന് ഇപ്പൊ ഒരു മിനോട് ഉണ്ടായിരുന്നു, പ്രോപ്പർട്ടീസിൽ വന്നു. അപ്പൊ ഇങ്ങനൊരു പ്രോപ്പർട്ടി എല്ലാം കൂടെ കാണിച്ചുകൊണ്ട് ഒരു ബട്ടൺ വന്നു. അപ്പൊ അതിൻ്റെ അകത്ത് എഴുതിയിരിക്കുകയാണ് ഓൺ ക്ലിക്ക് മെയിൻ മെനു എന്ന് പറഞ്ഞൊരു സംഭവം നടക്കണമെന്ന്. മനസ്സിലായി? അതായത് ഈ ഇവിടെ ലെഫ്റ്റ് സൈഡിൽ കാണിച്ചിരിക്കുന്ന ഈ ബട്ടണിൽ അമർത്തിയാല്, അതാണ് ഓൺ ക്ലിക്ക് എന്ന് പറഞ്ഞത്. ക്ലിക്ക് ചെയ്യുക എന്ന് പറഞ്ഞാൽ അമർത്തുക. അമർത്തി കഴിഞ്ഞാൽ മെയിൻ മെനു എന്ന് പറഞ്ഞ സംഗതി നടക്കും. ആ മെയിൻ മെനു എന്ന് പറഞ്ഞാൽ ഈ എഴുതിയിരിക്കുന്ന ഇതാണ് ഒരു മാക്രോ.
എന്ന് പറഞ്ഞാൽ മാക്രോ എന്ന് പറഞ്ഞാൽ ഒരു കുറച്ച് ആക്ഷൻസ് നടക്കാനുള്ള ഒരു ഒരു പ്രോഗ്രാമാണ്, ചെറിയൊരു പ്രോഗ്രാം എന്ന് പറയാം. അതാണ് നമ്മൾ ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. അതിനെയാണ് നമ്മൾ മാക്രോ എന്ന് പറയുന്നത്. എന്താണ് മെയിൻ മെനു എന്നുള്ളത്, ഈ മെയിൻ മെനു എന്ന് പറഞ്ഞ മാക്രോ എന്താണെന്ന് നമുക്ക് ഉള്ളിൽ കയറി ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. മനസ്സിലായല്ലോ നിങ്ങൾക്ക്? ഈ ഫോമിന്റെ അകത്ത് മെയിൻ മെനു എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഇരിപ്പുണ്ട്. ആ ബട്ടന്റെ അകത്ത് പരിശോധിച്ചപ്പോൾ അതിന്റെ പ്രോപ്പർട്ടീസ് നോക്കിയപ്പോൾ അത് ഒരു മെയിൻ മെനു എന്ന് പറഞ്ഞ മാക്രോമായിട്ട് ലിങ്ക്ഡാണ്, ഒരു മാക്രോമായിട്ട് ബന്ധപ്പെടുത്തിയിരിക്കുക. എന്താണ് ആ മാക്രോ എന്ന് നമുക്ക് നോക്കാം. മാക്രോ എന്ന് പറഞ്ഞത് ആദ്യം ടേബിള്, പിന്നെ കൊറി, ഫോം, അവസാനം മാക്രോയിൽ വന്നു. ആ മാക്രോയിൽ വന്നിട്ട് മെയിൻ മെനു എന്ന് പറഞ്ഞ ഒന്ന് നോക്കാം. എം അടിക്കുമ്പോൾ മെയിൻ മെനുവിൽ വരുമല്ലോ. എന്നിട്ട് അതിനെ ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം എന്താ സാധനം. അതിൻ്റെ അകത്ത് മെയിൻ മെനു എടുത്തു, എം അടിക്കുമ്പോൾ മെയിൻ മെനു വരുന്നു. മെയിൻ മെനു എടുത്തിട്ട് ഡിസൈൻ വ്യൂവിൽ വന്നു. ഡിസൈൻ വ്യൂവിൽ വന്ന് അപ്പൊ മാക്രോ എന്ന് പറയുന്നത് ഒരു സ്റ്റെപ്പ് ഓഫ് ആക്ഷൻസ്. മനസ്സിലായില്ലേ? ആക്സസിന്റെ ഒരു പാർട്ടാണ്, ആക്സസിന്റെ അകത്തുള്ള ഒരു ഭാഗമാണ്. അപ്പൊ അതിന്റെ അകത്ത് നമ്മൾ ഓരോ നടപടികൾ ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ ഇന്ന ആക്ഷൻസ് നടക്കണം എന്ന് പറയുന്നതാണ് മാക്രോ എന്ന് പറയുന്നത്. മനസ്സിലായി? ഈ മാക്രോയ്ക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കും. ആദ്യത്തെ നടപടി, ഫസ്റ്റ് ആക്ഷൻ, മുകളിൽ എഴുതിയിരിക്കുന്നുണ്ടല്ലോ, ആക്ഷൻ എഴുതിയിരിക്കുന്നുണ്ട്. ആ ബട്ടണിൽ അമർത്തിയാൽ ആദ്യം നടക്കേണ്ട ആക്ഷനാണ് ആദ്യം എഴുതിയിരിക്കുന്നത്, ക്ലോസ് എന്ന് എഴുതി. എന്താണ് ക്ലോസ് ചെയ്യേണ്ടത്? മനസ്സിലായല്ലോ പറഞ്ഞത്? ആ ബട്ടൺ അമർത്തിയാൽ ആദ്യം നടക്കുന്നത് ക്ലോസ് ആണ്. ക്ലോസ് എന്താണ് ക്ലോസ് ചെയ്യേണ്ടത് താഴെ എഴുതിയിരിക്കുന്നത്. അതായത് ആക്ഷൻ ആർഗ്യുമെന്റ്സ് എന്ന് പറഞ്ഞ താഴെ ഒരു ബട്ടൺ ഉണ്ട്. അതിനകത്ത് എഴുതിയേക്കുന്നത് എന്തൊക്കെയാണ്? ആ സാധനമാണ് മുകളിൽ ക്ലോസ് ചെയ്യാൻ പറഞ്ഞിരിക്കുന്നത്. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? അതൊരു ഫോമാണ് ക്ലോസ് ചെയ്യേണ്ടത്. ആ ഫോമിന്റെ പേര് ഡിറ്റക്റ്റഡ് ഐഡിൽ ടൈം. ഇത്രയും കാര്യങ്ങൾ തൽക്കാലം പറഞ്ഞാൽ മതി. അങ്ങനെ ഒരു ഫോം ഉണ്ട്. ഞാൻ ഒരിക്കൽ ഒരു ക്ലാസ്സിൽ ഞാൻ പറഞ്ഞതാണ്, നിങ്ങളുടെ പറഞ്ഞതാണ്. പക്ഷെ അത് ഓർത്തില്ലെങ്കിലും കുഴപ്പമില്ല, നമ്മൾ ഇനി ഒരുപാട് പഠിക്കും. അപ്പൊ ഒരു ഫോം ക്ലോസ് ആകണം. ആ ക്ലോസിന്റെ പേര് ഡിറ്റക്റ്റഡ് ഐഡിൽ ടൈം. മനസ്സിലായല്ലോ? ഈ ഡിറ്റക്റ്റഡ് ഐഡിൽ ടൈം എന്ന് പറഞ്ഞ ഒരു ഫോം അവിടെ നമ്മൾ ഈ പിന്നെ ഞാൻ പറഞ്ഞ ആ ഓഫീസ് എന്ന് പറഞ്ഞൊരു മെനു അടിക്കുമ്പോൾ വരും, മെനുവിന്റെ കൂടെ വരും. പക്ഷെ അത് നമുക്ക് വിസിബിൾ അല്ല, ഹിഡൻ ആണ്, നമുക്ക് കാണാൻ പറ്റത്തില്ല. ഹിഡൻ എന്ന് പറഞ്ഞാൽ കൊടുത്തിരിക്കുന്നു. പക്ഷെ അങ്ങനെ ഒരു സംഗതി അവിടെ ഉണ്ട്. പക്ഷെ ഈ ക്ലോസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അവിടുന്ന് അത് ക്ലോസ് ആവും. അതാണ് ഉദ്ദേശിക്കുന്നത്. ഓക്കെ, അടുത്ത ആക്ഷൻ എന്താണെന്ന്. അടുത്തത് ക്ലോസ്. അടുത്തത് ഒരു ക്ലോസ് തന്നെയാണ്. പക്ഷെ ആ ക്ലോസിന്റെ അടുത്ത് താഴെ നോക്കിക്കുക, എന്താണ് ക്ലോസ് ചെയ്യേണ്ടത്? ഒന്നുമില്ല, അവിടെ ഒന്നും എഴുതിയിട്ടില്ല. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താണെന്നറിയോ? ആ ക്ലോസ്, അതായത് രണ്ടാമത്തെ ആക്ഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുകളിൽ ഒരു ഫോം ക്ലോസ് ചെയ്തതിന്റെ പേരുണ്ടായിരുന്നു, ആ പർട്ടിക്കുലർ ഫോം തന്നെ ക്ലോസ്. ഇനി അത് കൂടാതെ എന്തെങ്കിലും അവിടെ ഓപ്പൺ ആയിട്ട് ഇരിക്കുന്നുണ്ടെങ്കിൽ അത് ക്ലോസ് ആകാതാണ് അടുത്ത ആക്ഷൻ. ഓക്കെ, അത് രണ്ടും ക്ലിയർ ആയിരുന്നു. അടുത്ത എന്താണെന്ന് നോക്കാം. അടുത്ത എന്താണ്? ഓപ്പൺ ഫോം എന്ന്. ഈ ഓപ്പൺ ഫോം എന്ന് പറഞ്ഞാൽ നമ്മൾ എഴുതുന്നതല്ല. പിന്നെ റൈറ്റ് സൈഡിൽ ഇരിപ്പുണ്ട്, ഇത് കണ്ടോ? ഇതെല്ലാം മാക്രോ അല്ല, ഈ പിന്നെ ആക്സസിന്റെ അകത്തുള്ള ആക്ഷൻസ്. ഇതെല്ലാം ഏതാ നമുക്ക് വേണ്ടി നോക്കി അത് സെലക്ട് ചെയ്യുക. ഞാൻ വേറൊരു ആക്സസിന്റെ ഒരു മാക്രോ എടുത്ത് കാണിച്ചു തരാം. അപ്പൊ ഇത് ഓപ്പൺ ഫോം എന്ന് പറഞ്ഞാൽ അതിൽ നിന്ന് തന്നെ വന്ന സാധനം, നമ്മൾ ചെയ്തൊന്നുമല്ല. നമുക്ക് ഇഷ്ടത്തിനൊന്നും അവിടെ എഴുതാൻ പറ്റത്തില്ല. ഓക്കെ, ഓപ്പൺ ഫോം. ഏത് ഫോമാണ് ഓപ്പൺ ആകേണ്ടത്? താഴെ നോക്കുക, ആ ഫോമിന്റെ പേര് ഇവിടെ എഴുതിയില്ല, ഫോം നെയിം സ്വിച്ച് ബോർഡ്. സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞ ഫോമാണ് അവിടെ ഓപ്പൺ ആവേണ്ടത്. ക്ലിയർ ആയല്ലോ? അടുത്ത എന്താ? അടുത്ത ആക്ഷൻ എന്താണ്? റൺ മാക്രോ. അതായത് ഒരു മാക്രോയ്ക്ക് ഉള്ളില് വേറൊരു മാക്രോ. മനസ്സിലായോ? അങ്ങനെയും പറ്റും. എന്താണ് ആ മാക്രോയുടെ പേര്? യൂസർ എന്നാണ്. കേട്ടോ, ആ മാക്രോയുടെ പേര് യൂസർ. അപ്പൊ നമ്മൾ യൂസർ എന്ന് പറഞ്ഞ മാക്രോ എന്താണെന്ന് കൂടെ നമ്മൾ ഇപ്പൊ നോക്കാം. എന്നാലേ ഇത് ആ ബട്ടന്റെ പർപ്പസ് മനസ്സിലാവും. ഓക്കെ, ഇത് ഞാൻ ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യാം. ആദ്യത്തെ ആക്ഷൻ ക്ലോസ്, അത് പറഞ്ഞു, ഒരു ഫോമിന്റെ പേര് താഴെ എഴുതിയിട്ടുണ്ട്. രണ്ടാമത്തെ ക്ലോസ് എഴുതിയപ്പോൾ അത് ഒന്നും എഴുതിയിട്ടില്ല എന്ന് പറഞ്ഞാൽ അവിടെ എന്ത് ക്ലോസ് ആയിരിക്കുന്നോ അതങ്ങ് ക്ലോസ് ആകാതെ, അല്ല എന്ത് ഓപ്പൺ ആയിരിക്കുന്നോ ഏതെങ്കിലും ഒരു സാധനം അത് കൂടാതെ അവിടെ ഓപ്പൺ ആയിരിക്കുന്നെങ്കിൽ അത് ക്ലോസ് ആകുക എന്നുള്ളൊരു പർപ്പസേ ഉള്ളൂ. അടുത്ത എന്താണ്? ഓപ്പൺ ഫോം. ഏത് ഫോമാണ് ഓപ്പൺ ആവേണ്ടത്? സ്വിച്ച് ബോർഡ് എന്ന് പറഞ്ഞ ഫോം ഓപ്പൺ ആകും. അത് കഴിഞ്ഞ് നടക്കേണ്ടത് എന്താ? റൺ മാക്രോ എന്ന് പറഞ്ഞാല്
യൂസർ എന്ന് പറഞ്ഞ ഒരു മാക്രോ ഇതിനകത്തുണ്ട്, ഈ സോഫ്റ്റ്വെയറിന്റെ അകത്ത്. അത് ഇതിന്റെ കൂടെ വർക്ക് ചെയ്യും. അതാണ് അതിന്റെ 4ാമത്തെ ആക്ഷനായിട്ട് അത് നോക്കുന്നത്. എന്താണ് യൂസർ എന്നുള്ളത്? യൂസർ മാക്രോയിലാണ് നമ്മൾ നിൽക്കുന്നത്. യു നടിക്കുമ്പോൾ യുവിന്റെ അടുത്ത് വന്നു, അതിലെ യൂസർ എടുത്ത് നോക്കാം. യൂസർ, അതാണ് യൂസർ, കണ്ടില്ലേ? യൂസർ. അതിനെ ഡിസൈൻ വ്യൂവിൽ വന്നത്. അവിടെ ഒന്നല്ലേ, അവിടെ നിന്ന് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്താലും മതി, ഡിസൈൻ വ്യൂ കിട്ടും. ഓക്കെ, അത് വന്നു. എന്താണെന്ന് നോക്കാം, നമുക്ക് ചെറുതാക്കി എടുത്ത് നോക്കാം അത് എന്തുവാണെന്ന്. യൂസർ എന്താണെന്ന് നോക്കിയേ. യൂസർ എന്ന് പറഞ്ഞത്, അതായത് നമ്മൾ 3 ആക്ഷൻ കഴിഞ്ഞു. 4ാമത്തെ ആക്ഷനിൽ എഴുതിയിരിക്കുന്ന യൂസർ എന്ന് പറഞ്ഞ ഒരു മാക്രോ ആണ്. എന്താണ് ആദ്യം എഴുതിയേക്കുന്നത്? ക്ലോസ് ചെയ്യാനാണ്. ഏതാ ക്ലോസ് ചെയ്യേണ്ടത്? ഫോം. ഒരു ഫോമാണ് ക്ലോസ് ചെയ്യേണ്ടത്. ആ ഫോമിന്റെ പേരെന്താ? യൂസർ. ക്ലിയർ ആയല്ലോ? യൂസർ എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, ആ ഫോമിനെ ക്ലോസ് ചെയ്യുക. അടുത്ത ഏതാണ്? ഓപ്പൺ ഫോം. അതെന്താണ്? അതൊരു ഫോം ഓപ്പൺ ചെയ്യാനാണ്. ആ ഫോമിന്റെ പേര് യൂസർ എന്ന് പറഞ്ഞാൽ ഒരു യൂസർ ക്ലോസ് ചെയ്തിട്ട് യൂസർ ഒന്നും കൂടെ എടുക്കുക എന്നുള്ളൊരു അർത്ഥമേ ഉള്ളൂ. ആ യൂസർ എന്താണെന്ന് ഞാൻ കാണിച്ചു തരാം. യൂസർ എന്ന് പറഞ്ഞ ഫോം യു നടിക്കുമ്പോൾ കാണിച്ചു തരാം. ഇതാണ് യൂസർ, ഈ സാധനം. ഇതൊന്നും മനസ്സിലാകത്തില്ല. ഇതാണ് സാധനം. അത് ഇടത്ത് സൈഡിൽ മുകളിൽ വരുന്നൊരു സംഗതി. ഇത് ഡബിൾ ക്ലിക്ക് ചെയ്ത് എന്താ നോക്കാം, ഇത് കണ്ടിട്ടുണ്ടല്ലോ. ഇതാണ് സാധനം. ഇതാണ് യൂസർ എന്ന് പറഞ്ഞാൽ ഇടത്ത് സൈഡിൽ മുകളിൽ കണ്ടില്ലേ, അതാണ് സംഗതി. അത് വരാൻ വേണ്ടിയാണ് ആ ഫോം. അതാണ് ഒരു ഫോം. അപ്പോൾ ഇനി എനിക്കിത് ക്ലോസ് ചെയ്യണമെങ്കിൽ എക്സിറ്റ് ചെയ്തേ പറ്റുള്ളൂ. ഓക്കെ, ഞാൻ ഒന്നും കൂടെ എടുക്കാം. അപ്പൊ എന്തൊക്കെയാ നടക്കാൻ പോകുന്നതെന്ന് മനസ്സിലായല്ലോ. ഞാന് ഓഫീസ് എന്ന് പറഞ്ഞ ഒരു ഫോമിന്റെ അകത്ത്, ഒരു മിനിറ്റ് ഒന്ന് ഹോൾഡ് ചെയ്യണേ. ഞാൻ ക്ലാസ്സിലാണ്, ഓൺലൈൻ. അപ്പൊ ഇതിലൊരു ഫോമാണ്. ആ ഫോമില് മെയിൻ മെനു എന്ന് പറഞ്ഞ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്താ നടക്കുന്നുള്ളതാണ് നമ്മൾ പഠിക്കുന്നത്. നമ്മൾ ആദ്യം പറഞ്ഞ എന്താ? ഒരു ക്ലോസ് ബട്ടൺ, അടുത്തതൊരു ക്ലോസ് ബട്ടൺ, അടുത്ത ഓപ്പൺ ഫോം. ആ ഫോമിന്റെ പേര് സ്വിച്ച് ബോർഡ് എന്നാണ്. പിന്നെ അടുത്തതൊരു മാക്രോ ആയിരുന്നു. ആ മാക്രോയുടെ പേര് യൂസർ എന്നാണ്. യൂസർ എന്ന് പറഞ്ഞ അതിന്റെ മീനിങ്, അതിൻ്റെ അകത്തൊരു യൂസർ എന്ന് പറഞ്ഞൊരു ഫോം ഉണ്ട്, അത് ക്ലോസ് ആക്കിയിട്ട് ഓപ്പൺ ആകുക എന്നുള്ളതാണ് മീനിങ്. ഇവിടുന്ന് ഞാൻ ആദ്യം കാണിച്ചു തരാം, എന്നിട്ട് ഞാൻ അല്ലാതെ ഡബിൾ ക്ലിക്ക് ചെയ്ത് ഈ ഇങ്ങനെ വരാത്ത തരത്തിൽ ഞാൻ കാണിച്ചു തരാം. ഇത് പ്രസ് ചെയ്യാൻ പോവുക. ശ്രദ്ധിച്ചു നോക്കുക, കമ്പ്യൂട്ടർ നോക്കുക. മെയിൻ മെനു എന്ന് പറഞ്ഞ ബട്ടൺ ഞാൻ പ്രസ് ചെയ്യാൻ പോവുക. ആ പറയുന്ന കാര്യങ്ങളെല്ലാം നടക്കുന്നുണ്ടോ എന്ന് നോക്കുക. പ്രസ് ചെയ്തു, കണ്ട ഇവിടെ ഒരു ഫോമും വന്നു, ഇടത്ത് സൈഡിൽ ഒരു സാധനം വന്നു, കണ്ടില്ലേ? ഞാൻ ഇനി ഇതെല്ലാം ലോഗ് ഔട്ട് ചെയ്തിട്ട് അതിനെ ഡബിൾ ക്ലിക്ക് ചെയ്യുക. അന്നേരം ഇടത്ത് സൈഡിലെ യൂസർ നിങ്ങൾക്ക് കാണാൻ പറ്റും. സാധാരണ പോലെ നമ്മൾ ഓപ്പൺ ചെയ്യുന്നു. നമ്മൾ പഠിച്ചുകൊണ്ടിരിക്കുന്ന ഫോം എടുക്കുന്നു. ഇതാണ് ബട്ടൺ. നമ്മൾ എടുക്കുന്ന ഫോം ഇതാണ്. ഇവിടെ എന്തൊക്കെയാണെന്ന് നോക്കി. ഇവിടെ ഒരു ഫോം ഉണ്ട്, ഈ ഒരു ഫോം ഉണ്ട് അല്ലേ? അതുകൂടാതെ ഇവിടെ ഇടത്ത് സൈഡിൽ ഒരു യൂസർ, ഇതിൽ യൂസർ എന്ന് പറഞ്ഞൊരു ഫോമാണ്, അതുകൊണ്ട്. ഇത് കൂടാതെ വേറൊരു ഫോം ഉള്ളിൽ കിടപ്പുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റില്ല. ഐഡിൽ ടൈം എന്ന് പറഞ്ഞൊരു സാധനം ഇതിന്റെ കൂടെ ഓപ്പൺ ആയി വരുന്നുണ്ട്, അത് നമുക്ക് കാണാൻ പറ്റത്തില്ല, അത് ഹിഡനാണ്. അപ്പൊ അതെല്ലാം കൂടെ ഇത് പ്രസ് ചെയ്യുമ്പോൾ, ഈ മെയിൻ മെനു എന്ന് പറഞ്ഞ പ്രസ് ചെയ്യുമ്പോൾ ആ നടപടികളെല്ലാം നടക്കും. നോക്കിക്കോ, ഇടത്ത് സൈഡിലെ യൂസർ ഒന്ന് മിന്നി പറയും, എന്നിട്ട് ഈ ഇരിക്കുന്ന ഫോം, ഈ ഫോം അങ്ങ് പോയിട്ട് സ്വിച്ച് ബോർഡും വരും. അതാണ് ഫംഗ്ഷൻ ചെയ്യുന്നത്. നോക്കിയോ, മെയിൻ മെനു പ്രസ് ചെയ്യുമ്പോൾ എന്താണെന്ന് നോക്കിയോ. ആ ഇടത്ത് സൈഡിലെ ഇത് കാണിക്കാനായിട്ടാണ് ഞാൻ ഇപ്പൊ ഒന്നും കൂടെ എടുത്ത് കാണിച്ചത്. അതായത് ഇടത്ത് സൈഡിലെ യൂസർ എന്ന് പറഞ്ഞ ഒരു സാധനമുണ്ട്, ഒരു ഫോം ഉണ്ട്, അതൊന്നും മിന്നി പറയും എന്ന് പറഞ്ഞാൽ ഓഫായി ഓണാവും. നോക്കിക്കോളൂ, ഞാൻ പ്രസ് ചെയ്യാൻ പോവാണ്, ശ്രദ്ധിച്ചു നോക്കുക. കണ്ടോ, ഇടത്ത് സൈഡിൽ ഒന്നും മിന്നി പറയും. നിങ്ങൾ കണ്ടു കാണുമെന്ന് കരുതുന്നു. അപ്പൊ ഇതാണ് മാക്രോ എന്ന് പറഞ്ഞത്. ഈ മാക്രോ നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ അകത്ത് ഒരുപാട് മാക്രോകൾ കിടപ്പുണ്ട്. നമ്മുടെ ഇന്നത്തെ ക്വസ്റ്റ്യനിൽ നമ്മളൊരു മാക്രോ ക്രിയേറ്റ് ചെയ്യും. ഇപ്പൊ തന്നെ ഒരു മാക്രോ ക്രിയേറ്റ് ചെയ്യും.
ഇത് കണ്ടില്ലേ, ഇത് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ അകത്തുള്ള മാക്രോകളാണ്. ഒരുപാട് മാക്രോ ഉണ്ട്, ഉണ്ടാവും. ഇതെല്ലാം മാക്രോകളാണ്, ഓരോ ആക്ഷൻസ് എഴുതി വെച്ചിരിക്കുക. വേണമെങ്കിൽ സാമ്പിളായിട്ട് നമുക്ക് വേറൊന്നും എടുത്ത് നോക്കാം. ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആയിട്ട് ഒരെണ്ണം കിട്ടുമെന്ന് നോക്കട്ടെ. ടൂർ ഡയറി ഒക്കെ ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് TD എന്ന് പറഞ്ഞൊരു മാക്രോ. അത് ചെറുതായി പോയി. എന്നാലും നോക്കിക്കേ, അതിനകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കി. ഈ മാക്രോക്കകത്ത് എന്തൊക്കെ ഉണ്ടെന്ന് നോക്കുക. അതായത് ആദ്യം ഒരു സെറ്റ് വാണിങ്സ് നോ എന്ന് കൊടുക്കും. അങ്ങനെ ഒരു വെറുതെ ഒരു കമന്റ്, അതൊക്കെ എന്താണ് നമ്മൾ പിന്നെ പഠിക്കും. പിന്നെ അത് കഴിഞ്ഞിട്ട് റൺ മാക്രോ, ഒരു മാക്രോ റൺ ചെയ്യുക. അത് TD4 എന്നാണ് ആ മാക്രോയുടെ പേര്. അടുത്തത് റൺ മാക്രോ TD3 എന്നാണ് ആ മാക്രോ. അതൊക്കെ വിശദമായിട്ട് നമ്മൾ പിന്നെ പഠിക്കും. വേറെണ്ണം കൂടെ എടുക്കാൻ പറ്റുന്നു. സാക്ഷൻ ഓണസ്റ്റി. ഈ ഫോമിൻ്റെ അകത്തുള്ള പ്രത്യേകത ഉണ്ടോ? ഇതിൻ്റെ അകത്ത് ആക്ഷൻസ് മാത്രമല്ല, അതിൻ്റെ ഇടത്ത് സൈഡിൽ കുറച്ച് കണ്ടീഷൻസും കൂടെ. ഇത് നമ്മൾ പഠിക്കാം, പിന്നെ പഠിക്കാതെ. ഇത് കുറച്ച് കണ്ടീഷൻസ് കൂടെയാണ്, മനസ്സിലായോ? അതൊക്കെ വിശദമായിട്ട് നമുക്ക് പഠിക്കാം. പിന്നെ ഏതെങ്കിലും ഒരെണ്ണം ഒന്നും കൂടെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുമോ? കഴിഞ്ഞ പ്രാവശ്യത്തെ ക്ലാസ്സിൽ നമ്മൾ ഏതോ ഒരെണ്ണം എടുത്തിട്ട്, ഒരു ഫോം എടുത്തിട്ട് നല്ല രസകരമായിട്ട് പറഞ്ഞു. എന്തായാലും ചെറിയൊരു ഫോം അതാണ് അല്ല, പറഞ്ഞുപോയി. ആരെങ്കിലും ഓർക്കുന്നുണ്ടെങ്കിൽ ഒന്ന് പറഞ്ഞോ. നന്ദു ഒക്കെ ഉണ്ടല്ലോ. ഏത് ഫോമാ അല്ല ഏത് മാക്രോണ് എടുത്തെന്ന് ഓർക്കുന്നുണ്ടെങ്കിൽ ഞാൻ ആ മാക്രോനെ എടുക്കാം. ഞാൻ ഇതെല്ലാം ഓരോ മാക്രോകളാണ്. ഇതിൻ്റെ അകത്തൊക്കെ ഓരോന്നും എടുത്ത് നോക്കിയാൽ ഒരുപാട് സാധനങ്ങൾ കാണും. ഫയൽ ടേബിള് നോക്കാം. ഇതിൻ്റെ അകത്ത് ചെറിയ രണ്ടെണ്ണേ ഉള്ളൂ. പിന്നെ ഞാനൊരു കാര്യം ചെയ്യാം, അത് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി ഞാൻ ഒരു സാധനം എടുക്കാം. നോക്കുക. ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഫോമാണ്. ഇത് തന്നെയാണ് കഴിഞ്ഞ ക്ലാസ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്. ഇത് നമ്മൾ സ്ഥിരം ഉപയോഗിക്കുന്ന ഒരു ഫോമാണ്. ഇതിൻ്റെ അകത്ത് 3 പേജ് കാണും. നമ്മുടെ പ്രാക്ടിക്കലി ഇതിൻ്റെ അകത്ത് 3 പേജ് കാണും. പ്രാക്ടിക്കലി 3 പേജ് കാണാം. അത് മൂന്നായിട്ട് തന്നെയാണ് നമുക്ക് കിട്ടുന്നത്. ഇതിൻ്റെ അകത്ത് ഒരു ബട്ടൺ എടുത്തിട്ട് നമുക്കൊന്ന് പഠിക്കാം. ഇതിൻ്റെ അകത്ത് ഏത് ബട്ടണാണ് നമുക്ക് പറ്റുന്നത്? എഡിറ്റ്. ഈ എഡിറ്റ് ബട്ടൺ അല്ല, ഈ മെയിൻ പേജ് എന്ന് പറഞ്ഞൊരു ബട്ടണാണ്. കഴിഞ്ഞ പ്രാവശ്യം ക്ലാസ്സിൽ അതാണ് എടുത്തത്. മെയിൻ പേജ് എന്ന് പറഞ്ഞ ഒരു ബട്ടൺ ഉണ്ട്. ഈ ബട്ടൺ പറയുന്നത് ആക്ഷൻ അല്ല, സോറി, കമാൻഡ് ബട്ടൺ. ഈ അവിടെ കമ്പ്യൂട്ടറിൽ കാണുന്നില്ല, കമാൻഡ് ബട്ടൺ. ഇതിനെ നമ്മൾ ഒരു കമാൻഡ് ബട്ടൺ നമ്മുടെ ചോദ്യത്തിൽ തന്നെ എടുത്ത് പഠിക്കും ഇപ്പോൾ. അപ്പോൾ ഈ മെയിൻ പേജ് എടുത്തിട്ട് റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തു, പ്രോപ്പർട്ടീസ് പോകും. എന്നിട്ട് അതിൻ്റെ അകത്ത് ഓൺ ക്ലിക്കിൽ എന്താ നടക്കുന്ന നോക്കിയേ. ഓൺ ക്ലിക്കില് ഇവിടെ ഈവന്റ് പ്രൊസീജിയർ എന്ന് എഴുതിയിരിക്കുന്നത്, മനസ്സിലായോ? ഈവന്റ് പ്രൊസീജിയർ എന്ന് എഴുതിയിരിക്കുന്നത്, മാക്രോ അല്ല എന്ന് പറഞ്ഞാൽ താഴോട്ട് ഇതെല്ലാം മാക്രോകളാണ്. അതിന്റെ താഴെ കിടക്കുന്ന എല്ലാം മാക്രോകളാണ് എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞു വന്നതിന്റെ ഉള്ളടക്കം എന്ന് പറഞ്ഞാല് മാക്രോ മാത്രമല്ല ഈ ബട്ടനുമായിട്ട് ബന്ധപ്പെടുത്താറുള്ളത്. അതല്ലാതെ ഒരു വിഷ്വൽ ബേസിക് പ്രോഗ്രാം ഉണ്ടാക്കിയിട്ട് അത് വേണമെങ്കിൽ അതിനകത്ത് ബന്ധപ്പെടുത്തണം. അതാണ് ഇവിടെ ഇപ്പൊ കാണിച്ചത്. നോക്കി, ഒന്നുകൂടെ കാണിക്കാം. പ്രോപ്പർട്ടീസിൽ പോയിട്ട് അതിന്റെ ഓൺ ക്ലിക്കില് ഈവന്റ് പ്രൊസീജിയർ എന്ന് എഴുതിയിരിക്കുന്നു. അതൊരു പ്രോഗ്രാമാണ്, വിഷ്വൽ ബേസിക്കിൽ ഒരു പ്രോഗ്രാമാണ്. ആ പ്രോഗ്രാം എന്താണെന്ന് അറിയണമെങ്കിൽ ഈ വലത്ത് സൈഡിൽ 3 കുത്ത് കിടക്കും. അതിനകത്തൊന്ന് പ്രസ് ചെയ്താൽ മതി. പ്രസ് ചെയ്യുമ്പോൾ അത് കാണാൻ പറ്റും. ആ വിഷ്വൽ ബേസിക്ക് കാണാൻ പറ്റും. അതെ, ഇതാണ് സംഗതി. അതിൻ്റെ അകത്തുള്ള കമാൻഡുകൾ ഇതൊക്കെയാണ്. അതൊന്നും ഇപ്പൊ നമുക്ക് മനസ്സിലാകത്തില്ല, എന്നാലും ഞാൻ കാണിക്കുന്നേ ഉള്ളൂ. ഇതിനകത്ത് എന്തൊക്കെയാണ് എഴുതിയേക്കുന്നത് വായിച്ചു നോക്കി. അലോ എഡിറ്റ്സ് ഫോൾസ്. അലോ എഡിറ്റ്സ് എന്ന് പറഞ്ഞാൽ മീനിങ് എന്ന് പറഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കരുതെന്നാണ്. ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്യാൻ സമ്മതിക്കരുതെന്നാണ് അതിൻ്റെ അർത്ഥം. പിന്നെ അത് കഴിഞ്ഞൊരു മാക്രോ റൺ ചെയ്യാൻ, റൺ മാക്രോ. ആ മാക്രോയുടെ പേര് റിഫ്രഷ് എന്നാണ്. പിന്നെ ഒരു മാക്രോ വർക്ക് ചെയ്യേണ്ടത് റൺ മാക്രോ മെയിൻ പേജ് എന്ന്, മനസ്സിലായോ? പിന്നെ അത് വേറൊരു എഡിറ്റ് ഓപ്ഷൻ വരാനായിട്ടൊക്കെ ഉള്ള ഒരു സംഭവം പറഞ്ഞിരിക്കുന്നത്. അതൊക്കെ നമ്മൾ വിശദമായിട്ട് പഠിക്കുന്നു.
അപ്പൊ ഇതിനകത്ത് ഞാൻ പറഞ്ഞ മനസ്സിലായി, ഈ മെയിൻ പേജ് എന്ന് പറഞ്ഞ ഈ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ഒരു വിഷ്വൽ ബേസിക് പ്രോഗ്രാം വർക്ക് ചെയ്യും. ആ വിഷ്വൽ ബേസിക് പ്രോഗ്രാം കിട്ടണമെങ്കിൽ ഇവിടെ പ്രോപ്പർട്ടീസ് വന്നിട്ട് ഈ ഓൺ ക്ലിക്ക് എന്ന് പറയുന്നതിന്റെ വലത്ത് സൈഡിൽ ഒരു ഇവന്റ് ആണ് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്നത്. അതിൽ നിന്ന് വലത്ത് സൈഡിൽ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ അത് എന്തുമായിട്ട് ബന്ധപ്പെടുത്തിയ നടപടികൾ എന്തൊക്കെയാണ് നടക്കേണ്ടതെന്ന് കാണിക്കും. മനസ്സിലായില്ലേ? ഇതിനകത്ത് 1-2 മാക്രോയുണ്ട്. ഇനി ഇതിനകത്ത് ഈ മാക്രോ നമുക്കൊന്ന് എടുത്ത് നോക്കാം. മെയിൻ പേജ് എന്ന് പറഞ്ഞ ഈ മാക്രോ ഉണ്ടല്ലോ, നമുക്ക് കാണാമല്ലോ. ഈ മെയിൻ പേജ് എന്ന് പറഞ്ഞ മാക്രോ ഒന്ന് എടുത്ത് നോക്കാം എന്താണെന്ന്. അത് നമ്മൾ സാധാരണ എടുക്കുന്ന പോലെ മാക്രോയിൽ വരും. ഇതങ്ങ് ക്ലോസ് ചെയ്യാണ്. ക്ലോസ് ചെയ്തിട്ട് മാക്രോ എടുത്തു. മാക്രോ എടുത്തിട്ട് മെയിൻ പേജ് എന്നല്ലേ നമ്മൾ കണ്ടത്, മെയിൻ പേജ്. ഒന്ന് എടുത്തു നോക്കാം എന്തോ സാധനം എന്നുള്ളത്. മെയിൻ പേജ് എന്ന് പറഞ്ഞ ഒരു മാക്രോ കണ്ടു. അതിനെ ഡിസൈൻ വ്യൂയിൽ എടുത്തു. അവിടെ എന്താ എഴുതിയിരിക്കുന്നത്? ഗോ ടു പേജ് എന്ന് പറഞ്ഞ ഒരൊറ്റ ലൈനേ ഉള്ളൂ. ഗോ ടു പേജ് എന്ന് പറഞ്ഞ ഒരു ലൈൻ എന്ന് പറഞ്ഞാൽ അതിന്റെ മീനിങ് അതിന്റെ താഴെ അളവ് എഴുതിയിട്ടുണ്ട്. നമ്മൾ നിൽക്കുന്ന സ്ഥലത്ത് നിന്ന് ഒരു 6 ഇഞ്ച് താഴോട്ട് പോവുക എന്നുള്ള ഒരു അർത്ഥമേ ഉള്ളൂ. അതെന്താണെന്ന് ഇപ്പം മനസ്സിലാക്കേണ്ട. അത് പിന്നെ നമ്മൾ മറ്റേ വിശദമായിട്ട് ക്ലാസ് എടുക്കുമ്പോൾ ഞാൻ പറഞ്ഞത്. എനിവേ അതൊരു മാക്രോ ആണ്. മനസ്സിലായല്ലോ? ഓക്കെ. അപ്പൊ ഇനി നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ തിരിച്ചു പോവുകയാണ്. മാക്രോ എന്താണെന്നൊക്കെ ഒരു സംഭവം ഏകദേശം ഒരു ഐഡിയ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയില്ലേ? നമുക്കൊരു പ്രോഗ്രാമുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുന്നു, അല്ലെങ്കിൽ ഒരു ആക്ഷൻസുമായിട്ട് അതിനെ ബന്ധപ്പെടുത്തുന്നു. അതാണ് അതിന്റെ പർപ്പസ്. ക്ലിയർ ആയില്ലേ? അപ്പൊ നമ്മുടെ ചോദ്യത്തിലേക്ക് നമ്മൾ കയറാൻ പോവാം. നമ്മുടെ ചോദ്യത്തില് ഒരു മാക്രോ ഉണ്ടാക്കണം. ഇതാണ് നമ്മുടെ എൻട്രി ഫോം. കണ്ടില്ലേ? ഇതാണ് നമ്മളെ എൻട്രി ഫോം. നമ്മൾ അന്ന് ചെയ്തു വെച്ച ഫോമാണ്. ഇതിൻ്റെ അകത്ത് നമുക്കൊരു ബട്ടൺ ഉണ്ടാക്കണം. ഇപ്പൊ ഞാൻ തൽക്കാലം ഒരു ബട്ടൺ ഇവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. കഴിഞ്ഞ ക്ലാസ്സിൽ ഒരു ബട്ടൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതെങ്ങനെ ഉണ്ടാക്കുന്നു എന്നുള്ളത് ആണ് ഇപ്പൊ പഠിക്കാൻ പോകുന്നത്. ഇവിടെ കണ്ട റിപ്പോർട്ട് എഴുതി വെച്ചിരുന്നുണ്ട്. ആ ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നു? ഇത് പ്രസ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്നു? ഇത് പ്രസ് ചെയ്യാൻ പോവാണെങ്കിൽ ഒരു റിപ്പോർട്ട് വന്നതായി. അതായത് അങ്ങനെ ഒരു മാക്രോ നമ്മളിപ്പോൾ ഉണ്ടാക്കാൻ പോകും. ഓക്കെ. അപ്പൊ എന്തൊക്കെയാ വേണ്ടി നോക്കി, ഞാൻ ഈ ഫോമിനെ എടുത്തിട്ട് ആദ്യം ഡിസൈൻ വ്യൂവിൽ വരിക. ഡിസൈൻ വ്യൂവിൽ വന്നിട്ട് ഇവിടെ ടൂൾസ് കിടപ്പുണ്ട്. ആ ടൂൾസിന്റെ അകത്തുനിന്ന് ആക്ഷൻ ബട്ടൺ ഉണ്ട്, കമാൻഡ് ബട്ടൺ ഉണ്ട്. ആ കമാൻഡ് ബട്ടൺ എടുത്തിട്ട് ഇതാ ഇവിടെ കൊണ്ടുവയ്ക്കുക. ഞാൻ നിൽക്കാം അല്ല, പ്രസ് ചെയ്തു ഇവിടെ കൊണ്ടുവന്ന് വെക്കുക. കണ്ട ഒരു കമാൻഡ് ബട്ടൺ ഇവിടെ കൊണ്ടുവച്ചു. എന്നിട്ട് അതിനെന്തെങ്കിലും ഒരു പേര് കൊടുക്കുകയാണ്. ഞാൻ മുകളിൽ മറ്റേ റിപ്പോർട്ടൊന്ന് കൊടുത്തു. ഇതിന് ഞാനൊരു റിപ്പോർട്ട് 1 എന്നോ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഒരു പേര് കൊടുക്കാം. റിപ്പോർട്ട് 1 എന്ന് കഴിഞ്ഞല്ലോ. ഒരു ആക്ഷൻ ബട്ടൺ എടുത്തു വെച്ചു, അതിന് പേരും കൊടുത്തു. പക്ഷെ എന്തെങ്കിലും നടക്കുമോ? എന്തെങ്കിലും നടപടി നടക്കുമോ? അതിനെ പ്രസ് ചെയ്താൽ വല്ലതും കിട്ടു നോക്കുക. ഓക്കെ, ഒന്നും കിട്ടത്തില്ല. കാരണം എന്താ? നമ്മളൊരു മാക്രോ ഉണ്ടാക്കിയില്ല. അതിനുവേണ്ടി ഒരു മാക്രോ ഡിഫൈൻ ചെയ്ത് കൊടുത്തില്ല. അതായത് ഈ റിപ്പോർട്ട് എന്ന് പറഞ്ഞ ആക്ഷൻ ബട്ടണുമായിട്ട് ബന്ധപ്പെട്ട് പ്രോപ്പർട്ടീസ് പോകുമ്പോൾ അവിടെ ഓൺ ക്ലിക്കിൽ ഈ ഇവന്റ് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ ആ മെനു വരും. ഓൺ ക്ലിക്കിൽ ഇവിടെ ഒന്നും നമ്മൾ കൊടുത്തിട്ടില്ല. എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ? അവിടെ ഉണ്ടാക്കുന്ന സാധനത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? മാക്രോ എന്ന് പറയുന്നത്. ഓക്കെ, നമ്മളൊരു മാക്രോ ഉണ്ടാക്കുമ്പോൾ എന്താ നമ്മുടെ ടാർഗറ്റ് എന്താണ് അത് ബട്ടൺ പ്രസ് ചെയ്യുമ്പോൾ നമ്മൾ ഇപ്പൊ ഉണ്ടാക്കി വെച്ച ഒരു റിപ്പോർട്ട് 4 ഉണ്ട്. ആ റിപ്പോർട്ട് 4 അവിടെ വരണം. ഈ റിപ്പോർട്ട് അവിടെ വരണം. ഇതാണ് നമ്മുടെ പർപ്പസ്, നമ്മുടെ ഒബ്ജക്റ്റീവ് അതാണ്. ഓക്കെ, എങ്ങനെ ചെയ്യുന്നത് നോക്കാം. മാക്രോ എടുക്കുക. നോക്കിക്കേ, മാക്രോ എടുക്കുക. അതിൻ്റെ അകത്ത് ന്യൂ എടുക്കുക. സാർ നമ്മൾ ചെയ്യുന്ന പോലെ മാക്രോ എടുത്തിട്ട് ന്യൂ എടുക്കും. ന്യൂ എടുക്കുമ്പോൾ ഇതുപോലെ ആക്ഷൻസിന്റെ സ്റ്റെപ്പുകൾ വരും. അതിനുള്ള സ്പേസ് വരും. ഓക്കെ, സ്പേസ് വരും. അതിനകത്ത് എന്താണ് നമുക്ക് വേണ്ടിയത്? നമ്മുടെ പർപ്പസ് എന്താ? റിപ്പോർട്ട് ഓപ്പൺ ചെയ്യുക. അപ്പൊ അതിൻ്റെ അകത്ത് തന്നെ ഒരുപാട് റെഡിമെയ്ഡ് സാധനങ്ങൾ കിടക്കും. അതിൻ്റെ അകത്തുള്ള ഒരെണ്ണമാണ് ഓപ്പൺ റിപ്പോർട്ട്. കണ്ടോ? ഓപ്പൺ റിപ്പോർട്ട് എന്ന് വന്നു. അതെടുത്ത് സെലക്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഏത് റിപ്പോർട്ടാണ് ഓപ്പൺ ആക്കേണ്ടത്? താഴെ കൊടുത്തു റിപ്പോർട്ടിന്റെ പേര്. എന്താണ് റിപ്പോർട്ടിന്റെ പേര്? ഇവിടെ വലത്ത് സൈഡിൽ എടുക്കാം. അതായത് ഈ സോഫ്റ്റ്വെയറിൻ്റെ അകത്ത് എന്തൊക്കെ ഉണ്ടോ അതെല്ലാം അവിടെ വരും. നമുക്ക് വേണ്ടിയത് റിപ്പോർട്ട് 4 ആണ് നമുക്ക് വേണ്ടത്. എന്നിട്ട് ഇവിടെ ഒരു സാധനമുണ്ട്, വ്യൂ എന്ന് പറഞ്ഞെടുത്ത്
നമ്മൾ ശരിക്കും പ്രിന്റ് എന്നാ കിടക്കുന്നത്. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം എന്താന്ന് വെച്ചാൽ ആ ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ റിപ്പോർട്ട് 4 വരികയും ചെയ്യും, ഉടനെ തന്നെ പ്രിന്ററിലോട്ട് പോവുകയും ചെയ്യും, പ്രിന്റ് വരികയും ചെയ്യും. പക്ഷെ അങ്ങനെ വേണ്ട, നമുക്ക് ആ പ്രിന്റ് വേണ്ട, അതിന് പകരം പ്രിന്റ് പ്രീവ്യൂ കൊടുക്കാം. കാരണം നമുക്കൊന്ന് വായിക്കാനുള്ള സമയം വേണ്ടേ, വായിച്ചിട്ട് പ്രിന്റ് കൊടുത്താൽ മതി. ഓക്കെ, പ്രിന്റ് പ്രീവ്യൂ കൊടുത്തു. ഓക്കെ, ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്യുമ്പോൾ ഇതിന് പേര് കൊടുക്കണമല്ലോ അല്ലേ? ക്ലോസ് ചെയ്യുന്നു. അപ്പൊ അതിന് പേര് എസ് എന്ന് മാക്രോ 2 ഓട്ടോമാറ്റിക്കായിട്ട് വന്നു. അതല്ലെങ്കിൽ നമുക്ക് സേവാസ് കൊടുത്തിട്ട് വേറെ എന്തെങ്കിലും ഒരു പേര് കൊടുക്കുക. എന്താണ് പേര് കൊടുക്കുന്നത്? സേവാസ് കൊടുത്തിട്ട് റിപ്പോർട്ട് എന്നോ പേര് കൊടുക്കുക. റിപ്പോർട്ട് 4 എന്നല്ലേ നമ്മൾ കൊടുത്തിരുന്നത്? റിപ്പോർട്ട് ഇങ്ങനെ പേര് കൊടുക്കും, നമുക്ക് ആവശ്യമുള്ള പേര് കൊടുക്കാം. റിപ്പോർട്ട് 4 എന്ന് പേര് കൊടുക്കും. ഓക്കെ, അത് കഴിഞ്ഞു. ഇനി ഞാൻ ആ മാക്രോ, ഇതാണ് നമ്മളിപ്പോൾ ഉണ്ടാക്കിയ മാക്രോ, ആ മാക്രോ എടുത്തിട്ട് ഫോമിൻ്റെ അകത്തോട്ട് കയറ്റാൻ പോയി. എൻട്രി ഫോം എടുത്തു, ഒരു ആക്ഷൻ ബട്ടൺ ഇവിടെ കൊണ്ടുവച്ചിട്ടുണ്ട്, റിപ്പോർട്ട്. അവിടെ റൈറ്റ് ബട്ടൺ പ്രസ് ചെയ്തിട്ട് പ്രോപ്പർട്ടീസ് പോയിട്ട് ഈ ക്ലിക്ക് എന്നുള്ളടത്ത് ആ നമ്മളിപ്പോൾ ഉണ്ടാക്കി വെച്ച മാക്രോയെ എടുത്തിടുന്നു, റിപ്പോർട്ട് 4 എടുത്തിടുന്നു, സേവ് ചെയ്ത് ക്ലോസ് ചെയ്യുന്നു. ഉണ്ടോ? ഈ റിപ്പോർട്ട് 1 എന്ന് പറഞ്ഞ ബട്ടന്റെ അകത്ത് ഇപ്പം നടപടി ചെയ്യാനായിട്ടുള്ള സാധനം അവിടെ വന്നു കഴിഞ്ഞു. ക്ലിയർ ആയില്ലേ? അപ്പൊ അത് പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് റിപ്പോർട്ട് പ്രസ് ചെയ്ത് നോക്കാം. ഇതാണ്, ഇങ്ങനെയാണ് മാക്രോ ഉണ്ടാകുന്നത്. പിന്നെ ഇതിനകത്ത് കുറച്ചുകൂടെ കോംപ്ലിക്കേറ്റഡ് ആയിട്ട് വേറെ പല കാര്യങ്ങളൊക്കെ കൊണ്ടുവന്ന് വെക്കാൻ പറ്റും. ഇത്രയാണ് മാക്രോയുടെ കാര്യം. ഇനി നമ്മൾ മൊഡ്യൂളിലോട്ട് പോവുകയാണ്. മൊഡ്യൂൾ എന്ന് പറഞ്ഞാല് ഈ ടേബിൾ ഇതൊക്കെ മാറ്റുകയാണേ, ഇതൊക്കെ നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്ത് കഴിഞ്ഞതാണ്. മൊഡ്യൂളിന്റെ ഫസ്റ്റ് സ്ലൈഡ് ഇതാണ്. ഇതാണ് നമ്മുടെ ഒരു മൊഡ്യൂൾ ഉണ്ടാക്കാൻ പോകുന്നതിന്റെ പേജിന്റെ ഫസ്റ്റ് പേജും ഇതാണ്. അപ്പൊ ഇവിടെ ഞാൻ കാണിച്ചിരിക്കുന്നത് ഒരു റിപ്പോർട്ട്, നമ്മുടെ ഒരു ഇൻവോയ്സ്. ആ ഇൻവോയ്സിന്റെ അകത്ത് പിന്നെ ഒരു മൊഡ്യൂളിന്റെ ആവശ്യം വന്നിട്ടുണ്ട്. അതെന്താന്ന് വെച്ചാൽ നമ്മുടെ ഫീസ് കിട്ടുന്നത് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുമ്പോൾ അക്കത്തിലാണ് കിട്ടുന്നത്. പക്ഷെ ഒരാൾക്ക് കൊടുക്കുമ്പോൾ, ഇൻവോയ്സ് കൊടുക്കുമ്പോൾ അക്കത്തിൽ മാത്രം പോരാ, അതിൻ്റെ കൂടെ അക്ഷരത്തിലും കൂടെ വരാൻ വേണ്ടിയുള്ള ഒരു പ്രോഗ്രാം വിഷ്വൽ ബേസിക്കലി ചെയ്തു വെച്ചിട്ടുണ്ട്. അതിനെയാണ് നമ്മൾ മൊഡ്യൂൾ എന്ന് പറയുന്നത്. മനസ്സിലായില്ല? ഒരുപാട് മൊഡ്യൂൾ ഇതിൻ്റെ അകത്ത് നമ്മുടെ സോഫ്റ്റ്വെയർ കിടക്കും. അപ്പൊ ആ മൊഡ്യൂളിന്റെ അകത്ത് എന്താ ചെയ്യുന്ന വെച്ചാല് അതിൻ്റെ അകത്തൊരു ഫംഗ്ഷൻ ഡിഫൈൻ ചെയ്യാം. ഞാൻ അടുത്ത പേരും കൂടെ കാണിച്ചിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാം. ഇത് കണ്ടില്ലേ? ഇത് ഉള്ളിലാണ്, ആ ഇൻവോയ്സിന്റെ ഡിസൈൻ വ്യൂ ആണ് ഈ കാണിച്ചത്. അപ്പൊ അവിടെ അക്ഷരത്തിൽ വരുന്നിടത്ത് അക്കൗണ്ട് ഇതൊക്കെ ഒരു പ്രോഗ്രാം ഇങ്ങനെ ചെയ്ത് വെച്ചിരിക്കുക. അത് അക്കത്തിൽ വരും. അതുകൂടാതെ അക്ഷരത്തിൽ വരേണ്ടിയെടുത്ത് ഇതാണ് അക്ഷരത്തിൽ വരാൻ വേണ്ടി എഴുതി വെച്ചിരിക്കുന്ന ടെക്സ്റ്റ്. അതാണ് അതേ വലുതാക്കി ഞാൻ വലത് സൈഡ് എഴുതിയിട്ടുണ്ട്. CONVRT എന്ന് പറഞ്ഞാല് CONVRT എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനാണ്. വിഷ്വൽ ബേസിക്കലി ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന ഒരു ഫംഗ്ഷനാണ്. ആ ഫംഗ്ഷന്റെ വാക്കാണ്, ആ ഫംഗ്ഷന്റെ പേരാണ് CONVRT. ആ CONVRT എന്ന് എഴുതിയിട്ട് ബ്രാക്കറ്റിൽ ഇപ്പൊ എഴുതി വെച്ചേക്കുന്ന പോലെ ഇതുപോലെ എഴുതി കഴിഞ്ഞാൽ ഈ PDL ഫീ എന്ന് പറഞ്ഞ സാധനം മുകളിൽ നിന്ന് കാൽക്കുലേറ്റ് ചെയ്ത് ഇവിടെ കിട്ടും. എവിടെ എഴുതിക്കുന്നുണ്ടോ? PDL ഫീ. ആ കിട്ടിയ വാല്യൂവിനെ കൺവേർട്ട് ചെയ്യണം, ടെക്സ്റ്റ് ആയിട്ട് കൺവേർട്ട് ചെയ്യണം. എന്നിട്ട് ബാക്കി അതിൻ്റെ കൂടെ വരേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ എഴുതി വെക്കുന്നത്. റുപ്പീസ് ഇത്ര രൂപ ഓൺലി എന്നവിടെ റിപ്ലൈ വേണം. അതിനുവേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു വിഷ്വൽ ബേസിക് പ്രോഗ്രാമാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇത് അതിൻ്റെ അടുത്ത പേര്. ഇതാണ് പ്രോഗ്രാം. ഇപ്പൊ ഞാൻ പറഞ്ഞ ഒരു മൊഡ്യൂൾ എന്ന് പറഞ്ഞ ഈ സാധനം ഇതാണ് നമ്മുടെ സോഫ്റ്റ്വെയറിന്റെ അകത്ത് കിടക്കും. ഇതിന്റെ പേര് ഇവിടെ എമൗണ്ട് എന്ന് പറഞ്ഞ് എഴുതിയേക്കുന്നുണ്ടോ? ഇതിന്ന് പ്രത്യേകിച്ചൊന്നും നിങ്ങൾക്ക് മനസ്സിലാവും, അതൊന്നും ഇപ്പൊ അറിയണ്ട. ഇതാണ് ഈ വലത്ത് സൈഡിൽ കിടക്കുന്നതാണ് ഒരു വിഷ്വൽ ബേസിക്കിൽ എഴുതിയ ഒരു പ്രോഗ്രാം. ആ പ്രോഗ്രാമിന്റെ അകത്ത് ഇവിടെ CONVRT ഫംഗ്ഷൻ എഴുതിയേക്കുന്നുണ്ടോ? ഫംഗ്ഷൻ CONVRT എഴുതിയേക്കുന്നുണ്ടോ? അങ്ങനെ ആ ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുക. അപ്പൊ ഡിഫൈൻ ചെയ്ത് ഈ പ്രോഗ്രാമിനെ ഞാൻ ഒന്നും കൂടെ എടുത്ത് വലുതാക്കി ഇങ്ങനെ വെച്ചിരിക്കുക, നിങ്ങൾക്ക് വായിച്ചു കാണാൻ വേണ്ടി. ഇതിൻ്റെ അകത്ത് എന്താ നമ്മൾ ചെയ്യുന്നത്? CONVRT എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷന് ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുക.
CONVRT എന്ന് പറഞ്ഞ ആ വാക്ക് ഉപയോഗിച്ചിട്ട് ഒരു ഒരു ഫീൽഡിനെ അതുമായിട്ട് ബന്ധപ്പെടുത്തി കഴിഞ്ഞാൽ അത് അക്കത്തിനെ അക്ഷരമാക്കി മാറ്റും. ക്ലിയർ ആയല്ലോ? നമ്മുടെ പ്രോഗ്രാമിൽ നമുക്ക് അതൊന്ന് ചെയ്തു നോക്കാം. ഞാൻ ക്ലോസ് ചെയ്യുകയാണ്. നമ്മുടെ ഫംഗ്ഷനിലേക്ക് പോകാം, നമ്മുടെ പ്രോഗ്രാമിലേക്ക് പോകാം. അപ്പൊ നമ്മളിവിടെ ഒരു റിപ്പോർട്ട് നമ്മൾ ഉണ്ടാക്കിയിട്ടുണ്ട്. റിപ്പോർട്ട് 4 എന്ന് പറഞ്ഞ ഈ ഒരു സാധനം നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഇതിനെ എന്ത് ചെയ്യണം? ഒരു മൊഡ്യൂളുമായിട്ട് ബന്ധപ്പെടുത്തണം. ഒരു മൊഡ്യൂൾ, ഞാൻ ഇപ്പൊ പറഞ്ഞ മൊഡ്യൂൾ ഞാനിവിടെ ചേർത്ത് എഴുതി വെച്ചിരുന്നു. ഇതാണ് മൊഡ്യൂൾ. ഇതിനെ ഡിസൈൻ വ്യൂവിൽ പോയി കഴിഞ്ഞാൽ നമുക്ക് ഈ ഇപ്പൊ കണ്ട പ്രോഗ്രാമാണ്. ഇത് നമ്മുടെ മെയിൻ പ്രോഗ്രാമിന് എടുത്ത് കോപ്പി ചെയ്ത് വെച്ചിരിക്കുക. ഇത് നമുക്ക് എടുത്ത് പെട്ടെന്ന് അങ്ങ് പഠിക്കാൻ പറ്റില്ല. വിഷ്വൽ ബേസിക് ഉണ്ടെങ്കിൽ വിഷ്വൽ ബേസിക് അറിയാവുന്നവർക്ക് ഇത് പഠിക്കാൻ പറ്റും. അപ്പൊ ഇത് നമുക്ക് വേണമെങ്കിൽ കോപ്പി ചെയ്ത് വേറൊരു പേജിലേക്ക് കൊണ്ടുപോവുകയൊക്കെ ചെയ്യും. ഓക്കെ, അപ്പൊ ഇതിനകത്ത് എന്താ ചെയ്തേക്കുന്നുണ്ടല്ലോ, CONVRT എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷൻ ഇതിനകത്ത് ഡിഫൈൻ ചെയ്തിരിക്കും. നമ്മളിപ്പോ ഒരു റിപ്പോർട്ട് എടുത്തു. ഇതാണ് നമ്മുടെ റിപ്പോർട്ട്. ഇതിൻ്റെ അകത്ത് ഈ CONVRT എന്ന് പറഞ്ഞ ഒരു മൊഡ്യൂൾ പഠിക്കാൻ വേണ്ടി ഞാൻ ഇതിന്റെ ഡിസൈൻ വ്യൂവിൽ വന്നിട്ട് ഒരു ഗ്രേഡ് ഉണ്ടല്ലോ, നമുക്കിവിടെ ഗ്രേഡ് ഉണ്ട്. ആ ഗ്രേഡും കൂടെ ഇതിന്റെ കൂടെ കൊടുക്കുക. ഇതിന്റെ കൂടെ ഗ്രേഡും കൂടെ കൊടുക്കുക. ഗ്രേഡ് ഗ്രേഡ് ഇവിടെ കൊടുത്തു. അല്ലെ, ഇപ്പൊ അവിടെ കൊടുക്കുന്നില്ല, ഇതിവിടെ ഇരിക്കട്ടെ, സംഗതി ഇരിക്കട്ടെ. ഞാൻ എന്താണ് പറയാൻ പോകുന്നത്, ഇതിങ്ങനെ വെച്ചു. മുകളിൽ നമുക്കൊരു ഹെഡിങ് കൊടുക്കുന്നു, ഗ്രേഡ് എന്നും പറഞ്ഞു. ഗ്രേഡ് കൊടുത്തു. നോക്കി, ഇപ്പൊ നമുക്ക് റിപ്പോർട്ട് ഒന്ന് എടുത്ത് നോക്കാം, വ്യൂ ചെയ്ത് നോക്കാം. വ്യൂ ചെയ്യുമ്പോൾ ഗ്രേഡ് ഇങ്ങനെ കാണും. അവിടെ ആ ഗ്യാപ്പ് കിടക്കുന്നുണ്ട്, ഇതിങ്ങനെ ഉണ്ട്. ഈ ഗ്യാപ്പ് ഒന്ന് അടുപ്പിച്ചാൽ മതി. ഓക്കെ, ഗ്രേഡ് കൊടുത്തു. അപ്പൊ ഓരോരുത്തരുടെയും ഗ്രേഡും കണ്ടു. ഇനി നമുക്ക് വേണ്ടി സംഗതി എന്താണെന്നറിയോ, ഇതിനെ അക്ഷരത്തിൽ വരും. ഇതിനെ നമുക്ക് അക്ഷരത്തിൽ വരും. അതിനെന്താ ചെയ്യുന്ന വെച്ചാല്, ഓൾറെഡി നമ്മുടെ ഇതിൻ്റെ അകത്തൊരു പ്രോഗ്രാം കിടപ്പുണ്ട്, ഒരു മൊഡ്യൂള് കിടപ്പുണ്ട്. ആ മൊഡ്യൂളിന്റെ ടെക്സ്റ്റ് നമ്മൾ ഉപയോഗിച്ചാൽ മതി. ആ മൊഡ്യൂൾ എന്ന് പറഞ്ഞ അക്ഷരം, അതായത് നോക്കി, ഞാനൊരു സാധനം എഴുതാൻ പോവുക. അത് പിന്നെ നമ്മൾ കൂടിയ ക്ലാസ്സിൽ പിന്നെ വരുമ്പോൾ നമ്മൾ അത് പറഞ്ഞു തരും, ഞാൻ അതെങ്ങനെ എഴുതിയത്. ഒരു ഈക്വൽ സൈൻ ഇട്ടിട്ട് CONVRT, അതെന്താണെന്ന് അറിയാമല്ലോ, ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുന്ന സാധനം. ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തിട്ട് ഞാൻ ഈ ഫീൽഡിന്റെ പേര് എഴുതി. ഗ്രേഡ് എന്ന് പറഞ്ഞ ഒരു ഫീൽഡ് തൊട്ട് മുകളിൽ കിടപ്പുണ്ട്. അതിനെ എഴുതി. അത് എഴുതുന്ന രീതിയൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു സിന്റാക്സ് അനുസരിച്ച് എഴുതിയേ പറ്റത്തുള്ളൂ. അതൊക്കെ ഇപ്പൊ പെട്ടെന്ന് അങ്ങോട്ട് പറയാൻ പറ്റില്ല. നമുക്ക് വിശദമായിട്ടുള്ള ക്ലാസ്സിൽ ഞാനത് പറഞ്ഞു. എന്നിട്ട് ഇതിന്റെ കൂടെ ടെക്സ്റ്റിനെ ഞാനങ്ങ് കളയുകയാണ്. അതായത് ഈ ഗ്രേഡ് എന്ന് പറഞ്ഞ എവിടുന്നാ വന്നെന്ന് കണ്ടല്ലോ നിങ്ങള്. അതായത് തൊട്ട് ഇടത്ത് സൈഡില് ഒരു ഗ്രേഡ് കിടപ്പുണ്ട്. അതിനെ തന്നെ വലത്ത് സൈഡ് എടുത്ത് വെച്ചേക്കുന്നേ ഉള്ളൂ. അതിന്റെ കൂടെ ഈക്വൽ സൈൻ കൊടുത്തിട്ട് CONVRT കൂടെ എഴുതി. ഇതിന്റെ അകത്ത് എവിടെയെങ്കിലും അക്ഷരത്തെറ്റ് വന്നാൽ ഇത് വർക്ക് ചെയ്യത്തില്ല. ഓക്കെ, ഇത് നമുക്ക് റിസൾട്ട് ഒന്ന് എടുത്തു നോക്കാം എങ്ങനെയാണ്. 6 എന്ന് എഴുതിയേക്കുന്നതിന്റെ വലത്ത് സൈഡ് SIX എന്ന് വന്നാണല്ലോ. ഇത് എങ്ങനെയാ വന്നെന്ന് മനസ്സിലായല്ലോ. അതായത് നമ്മുടെ പ്രോഗ്രാമില് നമ്മളൊരു മൊഡ്യൂൾ ഉണ്ടാക്കി. ആ മൊഡ്യൂളിന്റെ അകത്തുനിന്ന് CONVRT എന്ന് പറഞ്ഞ ഒരു സാധനം ഡിഫൈൻ ചെയ്യുന്നതാണ്. ആ ഡിഫൈൻ ചെയ്തതിനെ നമുക്ക് എടുത്ത് ഒരു റിപ്പോർട്ടിന്റെ അകത്ത് നമുക്ക് വെക്കാൻ പറ്റും. അതാണ് മൊഡ്യൂൾ എന്ന് പറയുന്നത്. ഇത്രയാണ് മൊഡ്യൂളിനെ പറ്റി പറയാനുള്ളത്. ക്ലിയർ ആയതുകൊണ്ട് അതുപോലെ ഇതിപ്പോ ഞാൻ CONVRT എന്ന് പറഞ്ഞ മൊഡ്യൂളാണ് പറഞ്ഞത്. അതുകൂടാതെ നമ്മുടെ സോഫ്റ്റ്വെയറിനകത്ത് ഒരുപാട് മൊഡ്യൂളുകൾ കിടപ്പുണ്ട്. അതിനകത്ത് ഞാൻ എടുത്ത് കാണിച്ചു തരാം, നമ്മുടെ ഫയൽ എടുത്ത് കാണിച്ചു തരാം. നിങ്ങൾ ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇപ്പൊ പഠിക്കുന്നില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ഒരു സാധനം ഉണ്ടെന്ന് മാത്രമേ ഞാൻ ഇന്ന് ഉദ്ദേശിക്കുന്നുള്ളൂ. നിങ്ങൾ ഇതൊന്നും മനസ്സിലായില്ല എന്നൊന്നും കണ്ട് പേടിക്കേണ്ട കാര്യമൊന്നുമില്ല. ഇതെല്ലാം നമ്മൾ വിശദമായിട്ട് എടുക്കുന്നില്ല. ഓക്കെ, മൊഡ്യൂള് ഇത് കണ്ടോ, ഇതെല്ലാം മൊഡ്യൂളുകളാണ്. ഈ എഴുതിയിരിക്കുന്ന എല്ലാം ഓരോ മൊഡ്യൂളുകളാണ്. അതിനകത്ത് ഈ എമൗണ്ട് എന്ന് പറഞ്ഞ സാധനമാണ് ഇപ്പൊ നമ്മൾ പഠിച്ചത്. ഇപ്പൊ ഒരു ഡിസൈൻ എഴുതുക, ഇതാണ് നമ്മളിപ്പോ പഠിച്ചത്. അതങ്ങ് ക്ലോസ് ചെയ്യാതെ വേറൊരു മൊഡ്യൂൾ ഒന്ന് എടുത്തു നോക്കാം. ഇവിടെ ഡിവൈഡ് 1 എന്ന് പറഞ്ഞൊരു മൊഡ്യൂളുണ്ട്.
എന്താണെന്ന് നോക്കാം. ഡിസൈൻ വീൽ എടുത്തിട്ട് അതിൻ്റെ അകത്ത് ഇവിടെ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഒരു വെറുതെ അതിപ്പം മനസ്സിലാകത്തില്ല, എന്നാലും ഞാൻ പറയാം. ഇവിടെ ഒരു കോമയുണ്ട്. ആ കോമ വെച്ച് ഉള്ള എന്തെങ്കിലും കണ്ടന്റ് ഉണ്ടെങ്കിൽ അതിനെ സെപ്പറേറ്റ് ചെയ്യുക എന്നുള്ളതാണ് ഇതിന്റെ പർപ്പസ്. അതായത് ഞാൻ ഈ ഡിവൈഡ് എന്ന് പറഞ്ഞ ഇതിന്റെ പർപ്പസ് ഞാൻ പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ വേറൊരു ഡിവൈഡ് 2 ഇങ്ങനെ ഞാനൊരു 5-6 ചെയ്തിട്ടുണ്ട്. ഈ ഡിവൈഡ് 2 എടുത്ത് കാണിച്ചിട്ട് ഞാൻ പറഞ്ഞത് ഇവിടെ കണ്ടോ, ഇവിടെ ഒരു സൈഡിലേക്കുള്ള സ്ലാഷ് ആണ് ഉപയോഗിച്ചിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഇതിന്റെ പർപ്പസ് ഞാൻ പറഞ്ഞുതരാം. ഇതിന്റെ അകത്ത് ചെയ്തേക്കെന്ന് പറഞ്ഞാൽ ഒരു സാധനത്തിനെ ഡിഫൈൻ ചെയ്തിരിക്കുക. ഗെറ്റ് മെമ്പർ 2 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്തിരിക്കുക. നേരത്തെ നമ്മൾ കൺവേർട്ട് എന്ന് പറഞ്ഞില്ലേ, അതേപോലെ ഗെറ്റ് മെമ്പർ 2 എന്ന് പറഞ്ഞ ഒരു ഫംഗ്ഷനെ ഡിഫൈൻ ചെയ്ത് വെച്ചിരിക്കുക. ഇതിന്റെ പർപ്പസ് എന്താന്ന് വെച്ചാൽ നമുക്കറിയാമല്ലേ, DCB നമ്പർ എന്ന് പറഞ്ഞാൽ അതിനകത്ത് എന്തൊക്കെ ഭാഗങ്ങളുണ്ട്. ആദ്യം ഒരു DCB നമ്പർ സ്ലാഷ് അതിന്റെ ഇയർ. ഇപ്പോ 125/22 എന്ന് പറഞ്ഞ അതിനകത്ത് എന്താ, 2022 125 DCB നമ്പർ. അതാണ് ഒരു DCB നമ്പർ എന്ന് പറയുന്നത്. DCB നമ്പറും കാണും, ഇയറും കാണും. അത് ചേർത്തായിരിക്കും കിടക്കുന്നത്. അങ്ങനെ വരുമ്പോൾ ഈ ഒരു സ്ലാഷ് അതിന്റെ ഇടയ്ക്ക് കാണും. അപ്പൊ എനിക്ക് ഒരു പർപ്പസ് ഉണ്ട്. എനിക്ക് ഈ സ്ലാഷ് ഉള്ള ഇതിനെ ഇടത്ത് സൈഡിലുള്ളതിനെയും വലത്ത് സൈഡിലുള്ളതിനെയും രണ്ടാക്കി മാറ്റണം. അങ്ങനെ വരുന്ന കേസിൽ ഞാനൊരു ഫംഗ്ഷൻ ഒരു റിപ്പോർട്ട് എടുക്കുമ്പോൾ എനിക്ക് ഗെറ്റ് മെമ്പർ 2 എന്ന് പറഞ്ഞ ഫംഗ്ഷൻ എടുത്ത് ഉപയോഗിച്ച് ചെയ്യാൻ പറ്റും. ഞാൻ നമ്മുടെ സ്ലൈഡിന്റെ അകത്ത് ഞാനത് എടുത്തിട്ടുണ്ട്. സ്ലൈഡിന്റെ അകത്ത് ഞാൻ കാണിച്ചു തരാം. ഇത് കണ്ടോ, ഗെറ്റ് നമ്പർ 1. ഇതൊരു ഇപ്പൊ ഞാൻ കാണിച്ച സാധനം തന്നെയാണ്. അടുത്ത സ്ലൈഡിൽ അതിന്റെ പർപ്പസ് മനസ്സിലാവും. ഇത് നമ്മുടെ ടൂർ ഡയറിയുടെ റിപ്പോർട്ടാണ്. അതിൻ്റെ അകത്ത് ഇങ്ങനെ നിങ്ങൾ മിക്കവാറുള്ളവരെല്ലാം ഈ ടൂർ ഡയറി എടുത്തു കാണും. എടുക്കുമ്പോൾ അതിന്റെ മുകളിലെ വലത്ത് സൈഡിൽ ഓഫീസിന്റെ പേര് കാണത്തില്ല, നെയിം. ഇപ്പൊ ജെയിംസ് കുട്ടി തോമസ് പേര്. അതിന്റെ താഴെ ഡെസ്റ്റിനേഷൻ ഇലക്ട്രിക് ഇൻസ്പെക്ടർ എന്ന് പറഞ്ഞാൽ ആദ്യം ഉപയോഗിച്ചിരിക്കുന്ന ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ഗെറ്റ് മെമ്പർ 1 എന്ന്. അടുത്തതിൽ എഴുതിയിരിക്കുന്ന ഗെറ്റ് മെമ്പർ എന്ന് പറഞ്ഞ ഇതിന്റെ അർത്ഥം എന്താ അറിയോ, നമ്മുടെ ഈ സോഫ്റ്റ്വെയറിന്റെ അകത്ത് എങ്ങനെയായിരിക്കും കിടക്കുന്നത്, ജെയിംസ് കുട്ടി തോമസ് കോമ ഇലക്ട്രിക്കൽ ഇൻസ്പെക്ടർ എന്നായിരിക്കും കിടക്കുന്നത്. അപ്പൊ കോമ വെച്ചിട്ട് ഇതിനെ രണ്ടാക്കണം. കോമയുടെ ഇടത്ത് സൈഡിലുള്ളതിനെ മാറ്റണം, വലത്ത് സൈഡിലുള്ളത് മാറ്റണം. അങ്ങനെ മാറ്റുന്നത് ഈ ഫംഗ്ഷൻ ഉപയോഗിച്ചാണ്. ഗെറ്റ് മെമ്പർ എന്ന് പറഞ്ഞ ഫംഗ്ഷൻ ഉപയോഗിച്ചാൽ അതേ ഉള്ളൂ ഉദ്ദേശിക്കുന്നത്. അപ്പൊ അതേപോലെ നമുക്ക് നമ്മുടെ ആവശ്യത്തിന് ഒരുപാട് മൊഡ്യൂളുകൾ നമുക്ക് നമ്മുടെ സോഫ്റ്റ്വെയറിലുണ്ട്. അത് ചെയ്യുന്ന അതാണ് അതിന്റെ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. മനസ്സിലായില്ലേ? ഇത്രയാണ് നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിന്റെ കണ്ടന്റ്. ഇനി താഴോട്ടുള്ള ഇതിന്റെ ഓരോന്നിനും ഓരോ പർപ്പസ് ഉണ്ട്. അത്രയൊന്നും വിശദമായിട്ട് ഞാൻ പോകുന്നില്ല. ഓക്കെ, അപ്പൊ ക്ലോസ് ചെയ്യാം. എല്ലാവർക്കും ഗുഡ് നൈറ്റ്.